Good evening, ma'am. Good evening. Good evening, ma'am. Good evening. ഇന്ന് പ്രെയർ റെഡി ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? 2 minutes കൂടെ വെയിറ്റ് ചെയ്യാം. ഞാൻ ചോദിച്ചേ ഉള്ളൂ. റെഡി ആയിരിക്കുവാണെങ്കിൽ അഞ്ചു റെഡിയാണ്. 2 minutes വെയിറ്റ് ചെയ്യാം കേട്ടോ. 2 minutes. ഇതൊന്ന് എക്സാം ടൈം ആയതുകൊണ്ട് അമ്മമാരൊക്കെ അതിന്റെ ഒരു തിരക്കിലായിരിക്കും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അഞ്ചു പ്രെയർ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഗുഡ് ഈവനിങ് ടീച്ചർ. എന്റെ പേര് ഗ്രീഷ്മ എന്നാണ്. എന്റെ വീട്ടിൽ വിളിക്കുന്ന പേര് അഞ്ജു. Oh God, we pray to you. Bless you all, our family. God bless my teacher. God bless me and make me a good woman. I love my country and I am proud of its rich and varied heritage. Thank you. നസീമ വീഡിയോ ഓൺ ചെയ്യോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും പ്രെയർ സ്റ്റാർട്ട് ചെയ്തേ. ഓക്കെ, എനിവേ എന്തെങ്കിലും എല്ലാവരും തമ്മിൽ കാണുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. സോ Good evening, ma'am. ഗുഡ് ഈവനിങ് രേഷ്മ. ഓക്കെ, സോ നമ്മള് ഹലോ മാം, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. മാം, ഇന്നലെ എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ക്ലാസ് ഒന്നും വന്നില്ല. അത് എന്തോ ഇഷ്യൂ കാരണം വന്നില്ല എന്ന് പറഞ്ഞു. സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ക്ലാസ്സസ് വേറെയും എന്താ പറയാ സ്ട്രീമിലുള്ള ക്ലാസ്സസ് നടക്കുന്നുണ്ട്. അപ്പൊ മേ ബി കുറെ ഡേറ്റാസ് വരുമ്പോഴേക്കും സിസ്റ്റം ഒന്ന് അൺസ്റ്റേബിൾ ആവുമല്ലോ. അതിന്റെ എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു. അത് സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കിട്ടും. ഞാൻ എന്തായാലും നമ്മളുടെ ഈ കോഴ്സിന്റെ ത്രൂ ഔട്ട് ജേണി ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. കുറെ പേർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് പറഞ്ഞതാണ്. ഞാൻ അത് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യുവാണ്. ഞാനല്ല, ആർക്കും വേണമെങ്കിലും ബ്രീഫ് ചെയ്യാം കേട്ടോ. ഇന്നലെ ക്ലാസ് അറ്റൻഡ് ചെയ്തവരൊന്ന് ബ്രീഫ് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. നമ്മുടെ ഈ ചാപ്റ്ററില് മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീൻ ആണ്. നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഓൾറെഡി ഫിസിക്കൽ ഹെൽത്തും ഫിസിക്കൽ ഹൈജീൻ പറഞ്ഞു. ഹൈജീൻ ഇല്ലെങ്കിൽ എന്തെല്ലാം സംഭവിക്കാം, ഫിസിക്കലി ഹൈജീൻ ഇല്ലെങ്കിൽ എന്തെല്ലാം സംഭവിക്കാം നമുക്കറിയാം. അത് നമ്മൾ എവിടെയും പഠിക്കേണ്ട ആവശ്യമില്ല, അസുഖങ്ങൾ വരുന്നറിയാം. അതുപോലെ തന്നെയാണ് മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീൻ. എന്തുകൊണ്ടാണ് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? നമുക്കറിയാം, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം. ടെൻഷൻ വരുമ്പോൾ നമ്മുടെ ബോഡിയുടെ ചില പാർട്സിന് ഭയങ്കര പെയിൻ ഫീൽ ചെയ്യും. ചിലർക്ക് ഹെഡേക്ക് ആയിരിക്കും, ചിലർക്ക് ടെൻഷൻ ആങ്സൈറ്റി ആകുമ്പോൾ സ്റ്റൊമക്ക് അപ്സെറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ട് ഇങ്ങനെ വല്ലാതെ പെയിൻ എടുക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ദാറ്റ് മീൻസ് ബോഡി ആൻഡ് മൈൻഡ് ഒറ്റ യൂണിറ്റ് ആണ്, രണ്ട് സെപ്പറേറ്റ് യൂണിറ്റ് അറിയും.
സോ മെന്റലി നമുക്കൊരു സ്ട്രെസ് സംഭവിക്കുമ്പോൾ അതിനെ ഡയറക്ട്ലി തന്നെ നമ്മുടെ ബോഡിയിലേക്ക് അതിന്റെ എഫക്റ്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇതിനകത്ത് വേറെയും 2-3 ടേംസും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ, ഹെൽത്ത് എന്ന് പറയുമ്പോൾ അതിനെ കോൺട്രഡിക്ടറി ആയി വരുന്ന വേർഡ് എന്തായിരിക്കും? ആരോഗ്യം. ഹെൽത്ത് എന്ന് പറയുമ്പോൾ അതിനെ ഡൗൺ ആക്കുന്ന ഫാക്ടർ എന്തായിരിക്കും? അസുഖങ്ങളല്ലേ, അല്ലെ? നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്തിരുന്നു, ഹെൽത്തി ആയിട്ടുള്ള ഒരാളും ഇല്ലായിട്ടുള്ള ആളും. ദാറ്റ് മീൻസ് ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൗണ്ടർ ചെയ്യുന്നത് ഇൽനെസ് ആണ്, അസുഖങ്ങളാണ്, അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പോൾ മെന്റൽ ഹെൽത്തിനെ കൗണ്ടർ ചെയ്യുന്നതാണ് മെന്റൽ ഇൽനെസ്. ഈ മെന്റൽ ഇൽനെസ്സിനെ ഒന്നുകൂടെ, ആ മെന്റൽ ഇൽന്നുള്ള അവസ്ഥയെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അതിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെന്റൽ ഇൽനെസ് ആൻഡ് മെന്റൽ ഇൽ ഹെൽത്ത്. എനിക്ക് ഭയങ്കര സ്ട്രെസ്, ഭയങ്കര ഒരു ടെൻഷൻ, ദാറ്റ് മീൻസ് എനിക്ക് മെന്റൽ ഇൽനെസ് ആണ്, അല്ലെ? എന്റെ സ്ട്രെസ്, ടെൻഷൻ, ആങ്സൈറ്റി, ഞാൻ ആളുകളോട് അധികം സംസാരിക്കാതിരിക്കുക, ഞാൻ വിത്ഡ്രോ ചെയ്യുന്നു, ഉൾവലിഞ്ഞു പോകുന്നു, അധികം നോർമലി ഞാൻ ചെയ്തതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട്, ഡിഫറെന്റ് ആയിട്ട് ഞാൻ ബിഹേവ് ചെയ്യുന്നു. ഒരു സുഖമല്ലാത്ത രീതിയിൽ എപ്പോഴും എനിക്ക് നെഗറ്റീവ് തോട്ട്സ്, ഞാൻ ഭയങ്കരമായിട്ട് ചിലപ്പോൾ ദേഷ്യപ്പെടുന്നു, ഇറിറ്റേറ്റഡ് ആയിട്ട് ഞാൻ സംസാരിക്കുന്നു, അങ്ങനെ ഒച്ചയെടുക്കുന്നു, ഭയങ്കര ദേഷ്യം വന്നിട്ട് ഞാൻ ഒച്ചയെടുക്കുന്നു, ഷൗട്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് മെന്റൽ ഇൽനെസ്. മെന്റൽ ഇൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകളെ കണ്ടിട്ടുണ്ട്. ഞാൻ എന്നെ തന്നെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഞാനിപ്പോ പറയാം, നിങ്ങളൊന്നും വിചാരിക്കരുത്, മനസ്സിലാകാൻ വേണ്ടി ഞാൻ ആരുടെയെങ്കിലും ഒരാളുടെ പേര് പറയണായിരിക്കും കേട്ടോ, അതുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കരുത്. ഞാൻ ഇപ്പൊ അഞ്ജു ഭയങ്കര മോശമാണ്, അഞ്ജുവിന്റെ പ്രവൃത്തികൾ കാണാൻ ഒരു സുഖമില്ല, എപ്പോഴും ഞാൻ ഒരാളെ ഡിഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ ഞാൻ സംസാരിക്കുന്നു. ദാറ്റ് മീൻസ് മെന്റൽ ഇൽ ഹെൽത്ത്. അപ്പൊ മെന്റൽ ഇൽനെസ്സും മെന്റൽ ഇൽ ഹെൽത്തും മനസ്സിലായോ? ക്ലിയർ ആയോ? ഞാൻ എപ്പോഴും വേറൊരാളെ പറ്റി യെസ്, വേറൊരാളെ പറ്റി ഞാൻ നല്ലത് ഞാൻ പറയണില്ല, ഞാൻ മോശം മാത്രം. അത് എന്റെ പ്രശ്നമോ? അയാൾ അങ്ങനെ ആയിരിക്കില്ല, അത് എന്റെ പ്രോബ്ലം അല്ലേ? ദാറ്റ് മീൻസ് എന്റെ മെന്റൽ ഇൽ ഹെൽത്തിന്റെ പ്രോബ്ലം ആണ്. മെന്റൽ ഇൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മൂഡിന് പറ്റുന്ന ചില, നമ്മളുടെ ബിഹേവിയറിൽ സംഭവിക്കുന്ന ചില ഡിസ്റ്റർബൻസസ് ആണ് മെന്റൽ ഇൽനെസ്. ശരീരത്തിന് ഡിസീസസ് വരുന്ന പോലെ നമ്മളുടെ മനസ്സിനുണ്ടാകുന്നത് സ്ട്രെസ്, ടെൻഷൻ, ആങ്സൈറ്റി, ഷോർട്ട് ടെമ്പേർഡ്, ഇറിറ്റേറ്റിംഗ് ആയിട്ട് സംസാരിക്കുന്നു, ഷൗട്ട് ചെയ്യുന്നു, അതെല്ലാം മെന്റൽ ഇൽനെസ് ആണ്. പക്ഷെ ഞാൻ ഫുൾ ടൈം ബാക്കിയുള്ളവരെ പറ്റി മോശമായിട്ട് അവരെ ചിത്രീകരിക്കുന്നു. ദാറ്റ് ഇസ് മെന്റൽ ഇൽ ഹെൽത്ത്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? നമുക്ക് വേറൊരാൾ നന്നാവണത് ഇഷ്ടാവില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരാൾ നന്നായി കാണുന്നത് ഒട്ടും സഹിക്കില്ല, അപ്പൊ അയാളെ പറ്റി എന്തെങ്കിലും നമ്മൾ മോശം എന്ന് പറയും. എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് അയാളുടെ ലൈഫിൽ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് മോശമാക്കി, അതായത് അയാൾക്ക് അത് കിട്ടിയെന്ന് ഇങ്ങനെ മാർഗത്തിൽ ആ രീതിയിലൊക്കെ പറയുന്ന ചില ക്യാരക്ടേഴ്സിനെ നമ്മൾ എവിടെയെങ്കിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ മൂവീസിലാണെങ്കിലും കണ്ടിട്ട് എന്തൊരു അങ്ങനെ ഒരു എന്താ പറയുക പറയുന്ന മറ്റുള്ളവരെ പറ്റി നല്ലത് പറയാതെ ഇങ്ങനെ പറയുന്നത്. എനിക്ക് നല്ല അനുഭവം ഉണ്ട് മാം. ആണോ? നമുക്കത് അപ്പൊ നമ്മളങ്ങ വിഷമൊന്നും വിചാരിക്കേണ്ട, അപ്പൊ അവരുടെ മെന്റൽ ഇൽ ഹെൽത്തിന്റെ പ്രോബ്ലം ആണ്. ഓക്കെ, അപ്പൊ ഈ മെന്റൽ ഹെൽത്ത് പറയുമ്പോൾ ഈ 2 ടേംസും നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്, മെന്റൽ ഇൽനെസ്സും മെന്റൽ ഇൽ ഹെൽത്തും. ഓക്കെ, മാം ചിലവർക്ക് ഇങ്ങനെ ഈഗോ പ്രശ്നം ഉണ്ടാവല്ലോ, ഈഗോ പ്രോബ്ലം. അപ്പൊ അത് ഏതിലാ വരിക? മെന്റൽ ഇൽനെസ്സിലാണോ മെന്റൽ ഇൽ ഹെൽത്തിലാണോ വരിക? ഈഗോയുടെ പ്രശ്നമില്ലാത്ത ഭാഗം ഇൽനെസ്സിലും പ്രശ്നമുള്ളത് ഇൽ ഹെൽത്തിലും ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ പ്രശ്നം ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരിലും കുറച്ചൊരു ഈഗോ വേണമെന്ന് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷെ നമുക്ക് നമ്മളുടെ ലൈഫിൽ മുമ്പിലേക്ക് പോവാൻ ഇച്ചിരി ഈഗോ ആകാം എന്ന് പറയാറുണ്ട് ആൾക്കാര്. എനിക്ക് അതിനെ പറ്റി എനിക്ക് കാര്യമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. പക്ഷെ ഈഗോ ഇഷ്യൂ ആകുമ്പോൾ അത് മെന്റൽ ഇൽ ഹെൽത്ത് തന്നെയാണ്. ഭയങ്കര ഇഷ്യൂ ആണെങ്കിൽ
ചെറിയ സോർട്ട് ഓഫ് ഇഷ്യൂസ് ആണെങ്കിൽ ദാറ്റ് ഇസ് ഇൽനെസ്. ഓക്കെ. ഈഗോ എന്നുള്ള സ്റ്റേറ്റ് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും മെന്റൽ ഇൽനെസ് വരുന്നത്. ഈഗോ എന്നുള്ള ഒരു അവസ്ഥ, നമ്മൾ ലോൺലിനെസ് ആകുന്നു, നമ്മൾ ഒറ്റയ്ക്കാവുന്നു. മീൻസ് നമ്മളുടെ വീട്ടില് ഇപ്പൊ പാരന്റ്സും കുട്ടികളും ആണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമേ ഉള്ളൂ, കുട്ടികളില്ല. പെട്ടെന്ന് ഹസ്ബൻഡ് മരിച്ചു പോകുന്നു, വൈഫ് അവിടെ ഒറ്റയ്ക്കാവുന്നു. അവിടെ ഒരു ലോൺലിനെസ് എന്നുള്ള സ്റ്റേറ്റ് വരുമ്പോൾ പെട്ടെന്ന് അവർക്കൊരു മെന്റൽ ഇൽനെസ് വരുന്നു. അപ്പൊ ഈഗോ ഒരു സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റ് കാരണം അതിന്റെ എന്താ പറയാ ലെവൽസിലുള്ള വ്യത്യാസം കാരണം മെന്റൽ ഇൽനെസ് സംഭവിക്കുന്നു. ചിലപ്പോൾ ദേഷ്യമായിരിക്കാം അതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് വരുന്നത്, ചിലപ്പം ഇറിറ്റേറ്റഡ് ആയിട്ട് സംസാരിക്കുന്നതായിരിക്കാം, അങ്ങനെ വരാം. അത് തന്നെ ഈ മെന്റൽ ഇൽ ഹെൽത്ത് പോലെ മറ്റുള്ളവരെ താഴ്ത്തി കെട്ടുന്ന രീതിയിൽ ഈഗോ കാരണം സംസാരിക്കുവാണെങ്കിൽ അവിടെ അത് മെന്റൽ ഇൽ ഹെൽത്ത് ആയി. ക്ലിയർ ആയോ? ഡിഫറൻസിയേഷൻ മനസ്സിലായില്ല? അതൊരു സ്റ്റേറ്റ് ആണ്. അപ്പൊ അതിന്റെ പല ലെവൽസിൽ എന്താണോ ആ വ്യക്തി പുറത്തേക്ക് കാണിക്കുന്നത് അതിനനുസരിച്ച് അത് മെന്റൽ ഇൽനെസ് ആകാം, മെന്റൽ ഇൽ ഹെൽത്ത് ആകാം. മെന്റൽ ഹെൽത്ത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ട് പോയിരുന്നു. മെന്റൽ ഇൽ ഹെൽത്തും മെന്റൽ ഇൽനെസ്സും ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി. ഇനി ചില സമയങ്ങളിൽ ഈ ഇതിന്റെ ഇൻഡിക്കേറ്റേഴ്സ്, അതായത് പുവർ മെന്റൽ ഹെൽത്ത്. നമ്മൾ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഫാക്ടേഴ്സും മെന്റൽ ഹെൽത്തിന് കാരണമാകും. മെന്റൽ ഇൽനെസ്സും മെന്റൽ ഇൽ ഹെൽത്തും മെന്റൽ ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ഈ രണ്ട് ഫാക്ടേഴ്സും അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പലപ്പോഴും പുവർ മെന്റൽ ഹെൽത്ത് ആണെങ്കിൽ, നല്ല മെന്റൽ ഹെൽത്ത് ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന രണ്ട് ഫാക്ടേഴ്സും ഉണ്ടായിരിക്കില്ല. നല്ലൊരു മെന്റൽ ഹെൽത്ത് ആയിട്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ വളരെ പോസിറ്റീവ് ആയിരിക്കും അയാള്, വളരെ കാര്യങ്ങൾ നല്ല രീതിയിൽ ആൾക്ക് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും, നല്ല രീതിയിൽ അയാളുടെ എയിമിലേക്ക് അയാളുടെ ലൈഫ് ജേണി നല്ലതായിരിക്കും. പുവർ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ആള് വളരെ കെയർലെസ് ആയിരിക്കും, ഭയങ്കര കെയർലെസ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താ പറയാ, അയാളുടെ ലൈഫ് റൊട്ടീൻ, നമ്മളൊക്കെ എല്ലാവർക്കും നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തുടങ്ങി നമ്മളുടെ ലൈഫിൽ ഒരു റൊട്ടീൻ ഉണ്ടല്ലേ, നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും. മോർണിംഗ് എണീറ്റ് നമുക്ക് എവിടെയെങ്കിലും പോകേണ്ടതാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് മോർണിംഗ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അത് കറക്റ്റ് ടൈമിൽ ചെയ്ത് തീർത്തിട്ട് പോകാനായിട്ട് പോകും. കുട്ടികൾ വൈകിട്ട് വരുവാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കാൻ അങ്ങനെ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ ടൈം വരെ നമ്മൾ ഓഫീസിലാണെങ്കിൽ അങ്ങനെ നമ്മൾക്കൊരു ഡെയിലി റൊട്ടീൻ ഓർഗനൈസ്ഡ് ആയിരിക്കും. പക്ഷെ പുവർ മെന്റൽ ഹെൽത്ത് ഉള്ള ഒരാളുടെ ഡെയിലി റൊട്ടീൻ ഡിസ്ഓർഗനൈസ്ഡ് ആയിരിക്കും. അത് കുട്ടികളായാലും ശരി അഡൾട്ട്സ് ആയാലും ശരി, അവരുടെ മെന്റൽ ഹെൽത്ത് പുവർ ആണെങ്കിൽ അവരുടെ റൊട്ടീൻ അങ്ങോട്ട് താളം തെറ്റിയതായിരിക്കും. ഒട്ടും ഓർഗനൈസ്ഡ് ആവില്ല, ഡിസ്ഓർഗനൈസ്ഡ് ആയിരിക്കും. അവർ കെയർലെസ് ആയിരിക്കും. ചിലപ്പോൾ ചിലർ രാവിലെ എപ്പോഴെങ്കിലൊക്കെ എണീക്കുന്നു, എപ്പോഴെങ്കിലൊക്കെ പല്ല് തേക്കുന്നു, ചിലപ്പോൾ ആ ദിവസം പല്ല് തേച്ചില്ല എന്ന് വരും, ചിലപ്പോൾ ആ ദിവസം കുളിച്ചില്ല എന്ന് വരും, ഭക്ഷണം കഴിച്ചില്ല എന്ന് വരും, വൈകുന്നേരം എങ്ങാനും എന്തെങ്കിലും കഴിച്ചാലായി. അങ്ങനത്തെ ഒരു ഡിസ്ഓർഗനൈസ്ഡ് അവസ്ഥയിലായിരിക്കും പുവർ മെന്റൽ ഹെൽത്ത് ഉള്ള ആള്. പിന്നെ അവർ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ബിഹേവിയർ ആയിരിക്കും, എപ്പോഴും ദേഷ്യം, ചിലപ്പോൾ ഷൗട്ട് ചെയ്യാം, ചിലപ്പോൾ ദേഷ്യം പിടിച്ചു തന്നെ ഇരിക്കും. ഒരു പ്ലീസിങ് ഫേസ് ആയിരിക്കില്ല അവർക്ക് ഉണ്ടാകും. അവരുടെ അടുത്തേക്ക് ചെല്ലാനോ സംസാരിക്കാനോ തന്നെ ചിലപ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് തോന്നും. പിന്നെ അങ്ങ് റെസ്റ്റ്ലെസ് ആയിരിക്കും, അവരൊട്ടും ഇങ്ങനെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ആ രീതിയിലായിരിക്കും അവർ നടക്കുക. പിന്നെ സ്ലീപ്പിംഗ് പാറ്റേൺ നേരത്തെ പറഞ്ഞത് അത് ഇറഗുലർ ആയിരിക്കും. ചിലപ്പോൾ രാത്രി മുഴുവൻ എണീറ്റിരിക്കും, പകല് മുഴുവൻ കിടന്നുറങ്ങും. അങ്ങനത്തെയൊക്കെ സ്ലീപ്പിംഗ് പാറ്റേൺ വരാം, അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ വരാം. അതും എല്ലാം ഈ പുവർ മെന്റൽ ഹെൽത്തിന്റെ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് ആയിരിക്കും. നമ്മൾ സൗണ്ട് സ്ലീപ്പ് എന്ന് പറയില്ലേ, ഗാഢനിദ്ര, ശാന്തനിദ്ര എന്നൊക്കെ നമ്മൾ പറയില്ലേ, സൗണ്ട് സ്ലീപ്പ്. ആ ഒരു സൗണ്ട് സ്ലീപ്പ് ഇവർക്ക് കിട്ടില്ല, ഡിസ്റ്റർബ്ഡ് ആയിരിക്കും സ്ലീപ്പ്. ഇപ്പൊ ചിലപ്പോൾ 10 മിനിറ്റ് കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ആകെ ഒരു അസ്വസ്ഥരായിരിക്കും. ചിലരോ എക്സസ് സ്ലീപ്പ് ആയിരിക്കും, കുറേ സമയം കിടന്നുറങ്ങും, നേരം വെളുത്തതുപോലുള്ള ബോധമില്ലാതെ അങ്ങനെ ബോധം കെട്ടതും, രണ്ടും സംഭവിക്കാം അങ്ങനത്തെ അവസ്ഥ. പിന്നെ അതുപോലെ തന്നെ അവരുടെ റിലേഷൻഷിപ്പ് വളരെ വീക്കായി മാറും. മകനാണ് ഇഷ്യൂ എങ്കിൽ അച്ഛനും മകനും തമ്മിൽ, അല്ലെങ്കിൽ അമ്മയും മകനും തമ്മിൽ, സിബ്ലിങ്സ് ആയിട്ട്, സഹോദരങ്ങളുമായിട്ട് ആ ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ്, അവരുടെ ഉള്ളിലുള്ള വീടാണെങ്കിൽ ഫാമിലി ആണെങ്കിൽ തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ മോശമായിരിക്കും. എപ്പോഴും ആൻസൈറ്റി ആയിരിക്കും, എപ്പോഴും
അവർ ഇങ്ങനെ വറി ചെയ്തുകൊണ്ടിരിക്കും, എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നു, അങ്ങനെയുള്ള ഭീതിയൊക്കെ, ഒരു പേടിയൊക്കെ അവർക്ക് ഉണ്ടാവും. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും എപ്പോഴും, സ്വയം തന്നെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഞാൻ എനിക്ക് എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ അത് ചെയ്താൽ അങ്ങനെ നാശയിക്കും, ആ രീതിയിൽ ഒരു സെൽഫായിട്ട് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും മറ്റുള്ളവരുടെ അടുത്തും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. എല്ലാ ബന്ധങ്ങളിൽ നിന്നും അവരങ്ങ് ഉൾവലിഞ്ഞു നിൽക്കും. ഒരു വിത്ഡ്രോയൽ സിംറ്റം, വിത്ഡ്രോ ചെയ്തുകൊണ്ടിരിക്കും റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ. ചില കേസസ് ഒക്കെ ഇപ്പം ഗേൾഫ്രണ്ട് ഒക്കെ ഉള്ളവരാണ്, നല്ല രീതിയിൽ പോകുന്നതാണെങ്കിൽ ഇങ്ങനെ അവരുടെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതൊക്കെ ബ്രേക്കപ്പ് ആകണം, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോകും. പിന്നെ അവരുടെ ഫിസിയോളജിക്കൽ കണ്ടീഷൻസ് എല്ലാം തന്നെ ഇറഗുലറും അബ്നോർമലും ആയിട്ട് മാറും. ബ്ലഡ് പ്രഷർ, ഷുഗറിന്റെ ലെവൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം അവരുടെ സ്ലീപ്പിംഗ് പാറ്റേൺ ശരിയല്ല, പിന്നെ ഫുഡ് കഴിക്കുന്ന അത് ശരിയല്ല, ഹാർട്ട് ബീറ്റ്സിലൊക്കെ വ്യത്യാസം വരാം, പൾസ് റേറ്റിലും എല്ലാം വ്യത്യാസം വരാം. കാരണം ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും അകത്ത് ചെല്ലുന്നില്ല, ഓക്സിജന്റെ ലെവലൊക്കെ മാറും. അപ്പോൾ അത് മൂലം അവർക്ക് ഫിസിയോളജിക്കൽ ആയിട്ടാണ്. അതെന്തുകൊണ്ടാ? സൈക്കോളജിക്കൽ ആയിട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾ കാരണം ശാരീരികമായിട്ടും ഫിസിയോളജിക്കൽ ആയിട്ട്. ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ ഇതിൽ വിടോ? ഇൻട്രോവേർട്ടിനെ നമുക്ക് അങ്ങനെ മുഴുവനായിട്ട് ഇതിൽ പെടുത്താൻ പറ്റില്ല. ഈ വിത്ഡ്രോവൽ സിംറ്റം പറഞ്ഞത് ചെറിയൊരു ഇൻട്രോവേർട്ടാണ്. ഇൻട്രോവേർട്ട് മാറുന്ന ഒരു സിംറ്റമാണ്. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ ഈഗോ ഒക്കെ പറഞ്ഞ പോലെ ഒരു സ്റ്റേറ്റ് ആണ്. ഒത്തിരി അങ്ങ് ഇൻട്രോവേർട്ട് ആകുന്ന വ്യക്തിയാണെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ്, അതായത് പാരന്റ്സ്, സിബ്ലിങ്സ്, ഫ്രണ്ട്സ്, അവർക്കൊക്കെ അവരെ മാറ്റാവുന്നേ ഉള്ളൂ. ഈ ഇൻട്രോവേർട്ട് വ്യക്തികള് ചില വ്യക്തികളോട് നല്ല രീതിയിൽ സംസാരിക്കലുണ്ടാവും, അവരോട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് അവർ നന്നായിട്ട് പെരുമാറും. സംസാരിക്കും. അത് അവരുടെ ഏജ് കൂടുന്നതിനനുസരിച്ച് ചിലപ്പോ നമുക്ക് പെട്ടെന്നൊന്നും അവരെ മാറ്റാൻ പറ്റില്ല, കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകും. എന്റെ മോൻ ശരിക്കും ഇൻട്രോവേർട്ട് ആണ്, പക്ഷെ അവൻ എന്നോട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരു കുട്ടിയാ. വേറൊരാളെ കാണുമ്പോൾ മിണ്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ മോള് ഹോസ്റ്റലിലേക്ക് പോയി കഴിഞ്ഞപ്പം ഇവൻ ഒരുവിധം മാറി വന്നതായിരുന്നു. മോള് ഹോസ്റ്റലിലേക്ക് പോയി കഴിഞ്ഞപ്പോ ഇവൻ വീണ്ടും ഒന്നുകൂടെ അങ്ങ് ഉൾവലിഞ്ഞു. അതിൽ നിന്നൊക്കെ മാറ്റാനായിട്ട് ആൾക്ക് ഇഷ്ടപ്പെട്ട ഫുട്ബോൾ കോച്ചിങ്ങിനെ കൊണ്ടാക്കി. അങ്ങനെയൊക്കെ വന്നപ്പോ ഒരു ഗ്രൂപ്പിലേക്ക് ആയല്ലോ, അപ്പൊ അതിലെ കുറച്ച് മാറ്റങ്ങൾ വന്നു. അപ്പൊ നമുക്കത് ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നമുക്ക് റിലേഷൻഷിപ്പിലൂടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് അവരുടെ ചെറുപ്രായത്തിലെ നമ്മൾ ട്രൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് ആവും. ചില സിറ്റുവേഷൻസ് വരുമ്പോ ചില ആൾക്കാർ പെട്ടെന്ന് ഇൻട്രോവേർട്ട് ആയിട്ട് മാറാറുണ്ട്. പിന്നെ എക്സസീവ് യൂസ് ഓഫ് ഡ്രഗ്സ്. ഈ പുവർ മെന്റൽ ഹെൽത്ത് വരുമ്പോൾ ഇവര് വേറെ പലതിലേക്കും അങ്ങോട്ട് ഡിപ്പെൻഡ് ആവും. ആൽക്കഹോൾ, പിന്നെ ചില സമയത്ത് ഇവര് ഈ സ്ട്രെസ് കുറയ്ക്കാൻ, ഈ വ്യക്തികൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഡോക്ടർ മെഡിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും സ്ട്രെസ് കുറയാനായിട്ട്. അവർക്ക് ഒരു ഡോസ് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ഇവര് ചിലപ്പോൾ അമിത ഡോസിൽ മെഡിസിൻസ് എടുക്കുന്നവരുണ്ട് സ്ട്രെസ് കുറയാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരാം. പിന്നെ ഇവർക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഹാലുസിനേഷനും അതുപോലെ തന്നെ ഡെലൂഷനും. ഹാലുസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഞ്ചാവൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ പറയില്ലേ, പറന്ന് നടക്കും, ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് അവർക്ക് ഫീൽ ചെയ്യുക, ഇല്ലാത്തത് ടച്ച് ചെയ്യുക, ഇല്ലാത്തത് സ്മെല് ചെയ്യുക, ഇതൊക്കെയാണ് ഹാലുസിനേഷനിൽ വരുന്ന പ്രശ്നങ്ങൾ. ഡെലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വേറൊരു ഭേദം, അതായത് ഒരു സ്ട്രോങ് ബിലീഫാ, തെറ്റായ ഒരു കാര്യം അവര് പക്ഷെ അങ്ങ് അതാണ് സത്യം ഇതാണെന്ന് പറഞ്ഞാൽ അവരങ്ങ് വിശ്വസിക്കുക. ആരെന്ത് ശ്രമിച്ചാലും അവരുടെ ആ ഒരു ബിലീഫിനെ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അങ്ങനെ ഒരു ഫോൾസ് ആയ കാര്യം അവർ സ്ട്രോങ് ആയിട്ട് അങ്ങ് സത്യമായിട്ട് എടുത്ത് ഉള്ള ബിലീഫാണ് ഡെലൂഷൻ എന്നൊക്കെ പറയുന്നത്. പിന്നെ ഹാലുസിനേഷൻ ഒക്കെ ഈ ഡിമെൻഷ്യ പേഷ്യൻസിനൊക്കെ വരാറുണ്ട്. അത് വേറൊരു രീതി. അവർക്ക് ആരെങ്കിലും കൊല്ലാൻ വരുന്നു എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഈ മിററിൽ തന്നെ അവരെ തന്നെ കാണുമ്പോൾ വേറൊരാള് എന്നെ ആക്രമിക്കാൻ വരികയാണ്, അത് ഡിമെൻഷ്യ പേഷ്യൻസിനൊക്കെ കാണും. പക്ഷെ ഈ പുവർ മെന്റൽ ഹെൽത്ത് അങ്ങനെ വരുന്നവർ അവർ ഈ ഇതുപോലെ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഹാലുസിനേഷൻ ഒക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആരോ ദേ ആർ സീയിങ് തിങ്സ്, ആരോ പോകുന്നതായിട്ടോ അല്ലെങ്കിൽ ആരോ എന്റെ അടുത്തുണ്ട്, ആരോ എന്നെ കൊല്ലാൻ വരുന്നു, അങ്ങനത്തെ ഒരു ഫീൽ ഇല്ലേ, ഇല്ലാത്തൊരു കാര്യം അവരങ്ങ് പറയുന്നു. ഈവൻ സ്മെല്ല് പോലും അവർ പറയും, ഇല്ലാത്തൊരു സ്മെല്ല് വരെ അവർ പറയും. ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ പുവർ മെന്റൽ ഹെൽത്തിൽ വരാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമ്മളുടെ ഈ മെന്റൽ ഹെൽത്ത് നന്നാക്കി എടുക്കാൻ
നല്ല സ്ട്രോങ് ആക്കാൻ, നല്ല രീതിയിലേക്ക് ആക്കി മാറ്റണമെങ്കിൽ നമ്മളും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ സെൽഫിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. നമ്മളുടെ പ്രശ്നങ്ങൾ, നമുക്കുണ്ടാകുന്ന കോൺഫ്ലിക്ട്സ്, ഇഷ്യൂ നമ്മൾക്ക് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആകണം. ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ പുറത്തുള്ള ഒരു സപ്പോർട്ട്, ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് നമ്മൾ തേടും. ഇഷ്യൂ കുറച്ച് കൂടുതലാണെന്ന് ഫീൽ ചെയ്യുവാണെങ്കിൽ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അത് ഡോക്ടർ ആകാം, നമ്മുടെ ഫാമിലി ഡോക്ടറോ അങ്ങനെ ആരെങ്കിലുമായിട്ട് കൺസൾട്ട് ചെയ്യാം, അവർ ഗൈഡ് ചെയ്യും. ആ സമയത്താണ് ചെറിയ മെഡിസിൻസ് ഒക്കെ ചിലപ്പോൾ ചിലർക്ക് വേണ്ടി വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞത്. നമ്മൾ എന്നിട്ട് ഇന്നലെ ഒരു കാര്യം പറഞ്ഞു, ഇമ്പോർട്ടൻസ് ഓഫ്, നമുക്ക് ചാപ്റ്ററിന്റെ ഹെഡിങ്ങിൽ കൊടുത്തിരുന്നത് നീഡ് ഫോർ മെന്റൽ ഹൈജീൻ ഇൻ സ്കൂൾ എന്നായിരുന്നു. ഞാനത് ഇമ്പോർട്ടൻസ് തന്നെ പറഞ്ഞു. നീഡ് എല്ലായിടത്തും നീഡാണ്. ഇമ്പോർട്ടൻസ്, അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ മെയിൻ പറയേണ്ടത്. അപ്പം ടീച്ചേഴ്സിന് നല്ലൊരു റോൾ ഉണ്ട്. കാരണം ടീച്ചർ പറയുന്ന ഓരോ വാക്കും കുട്ടിയുടെ ഹൃദയത്തിലേക്ക് ചെല്ലുക. അത് ചിലപ്പോൾ കുട്ടി എന്തെങ്കിലും ഒരു വീട്ടിലെ ടെൻഷനുമായിട്ട് സ്കൂളിലേക്ക് വരുന്നു, ടീച്ചറെ കാണുമ്പോൾ ഒരു ചിരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാന്ന് വിചാരിക്കുമ്പോൾ ടീച്ചർ വേറൊരു രീതിയിൽ കുട്ടിയോട് പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടി അതോടുകൂടി അവന്റെ ആ ഒരു ഹോപ്പും അവിടെ നഷ്ടപ്പെടുക. അങ്ങനത്തെ, അതുകൊണ്ട് ടീച്ചേഴ്സ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നല്ല നമ്മൾ പറഞ്ഞു അല്ലെ. ടീച്ചർ പാർഷ്യാലിറ്റി ആയിട്ട് പെരുമാറരുത്, ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് തന്നെ വേണം. പിന്നെ കുട്ടി, ഇത് മാർക്സ് അല്ല ഇമ്പോർട്ടന്റ്, അതിലേക്ക് കുട്ടിയെ ആ ഒരു രീതിയിൽ ഹോംവർക്ക് ചെയ്യുന്നതും പഠിക്കുന്ന രീതിയിലേക്കും കുട്ടിയെ കൊണ്ടുപോവുകയാണ് ടീച്ചർ ചെയ്യേണ്ടത്. ഗൈഡ് ചെയ്യുന്നു ടീച്ചർ, നിർബന്ധിച്ച് ഇങ്ങനെ ചെയ്യണം, പണിഷ്മെന്റ് കൊടുക്കുക, ഇമ്പോസിഷൻ കൊടുക്കുക, ആ ഒരു രീതിയെക്കാളും അതൊക്കെ ഇവൻ ഈ ഒരു ഇമ്പോസിഷൻ അല്ലെങ്കിൽ ഇത്ര പ്രാവശ്യം എഴുതണം എന്നുള്ളത് ഇമ്പോസിഷൻ അല്ലാത്ത രീതിയിൽ ടീച്ചർക്ക് മാറ്റി കൊടുക്കാം. എല്ലാവരും ഇത് പഠിക്കണം, അതുകൊണ്ട് എല്ലാവരും ഇത് ഇത്ര ടൈംസ് വായിക്കണം, ഇത്ര ടൈംസ് എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഫോർ ഓൾ. അല്ലാണ്ട് ഒരു കുട്ടിയെ മാത്രം പ്രത്യേകം വിളിച്ചു നിർത്തിയിട്ട് നീ നിനക്ക് പണിഷ്മെന്റ്, ആ ഒരു രീതിയിൽ അങ്ങനെ കുട്ടിയെ മാറ്റി നിർത്തുവോ, അങ്ങനെ ടീച്ചറുടെ ഭാഗം നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവും ടീച്ചേഴ്സ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ പല മൂഡ് ഡിസോർഡേഴ്സും പറഞ്ഞു അല്ലെ. ഡിപ്രഷൻ വരാം, അതായത് ബൈപോളാർ ഡിസോർഡർ വരാം. ചിലത് ഈ ബൈപോളാർ ഡിസോർഡറും അതുപോലെ തന്നെ സ്കീസോഫ്രീനിയ, സൈക്കോട്ടിക് ഡിസോർഡർ ഒക്കെ മീൻസ് കോമൺ ആണ്, ക്യൂർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ട്രീറ്റ്മെന്റ് ഹെൽപ്പ് ചെയ്യും, അതിന്റെ ഇമ്പാക്ട് കുറയ്ക്കും. നല്ലൊരു ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട് കുറയും. ബൈപോളാർ ഡിസോർഡർ ഉള്ളവര് ഭയങ്കര മൂഡ് സ്വിംഗ് ആയിരിക്കും, മൂഡ് ഡിസോർഡേഴ്സ് ആയിരിക്കും അവർക്ക്. അപ്പം അതിന്റെ ഇമ്പാക്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും, പക്ഷെ അത് കറക്റ്റ് ആയിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ലാസ്റ്റ് 4 years ഒരു നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് എടുക്കുവാണെങ്കിൽ അതിന്റെ എഫക്റ്റ് കുറഞ്ഞ് ആ ഒരു നല്ല നോർമൽ ആയിട്ട് തന്നെ ആള് ബിഹേവ് ചെയ്യാനായിട്ട് തുടങ്ങും. ലൈഫ് ലോങ് എടുക്കേണ്ടതായിട്ട് വരും. കോഴ്സ് ജെനറ്റിക്സ് ആകാം, ജന്മനാ വരാം, പിന്നെ എൻവയോൺമെന്റ്, അത് വളരുന്ന ചുറ്റുപാട്, അതെല്ലാം ഈ ഇതുപോലുള്ള ഡിസോർഡേഴ്സിന് കാരണമാണ്. ശരി, പിന്നെ അപ്പൊ ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. നമ്മൾ അതിനകത്തിന്റെ മെന്റൽ ഹെൽത്തിന്റെയും മെന്റൽ ഹൈജീന്റെയും ഡെഫിനിഷൻ പറഞ്ഞു. 2 എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റുകളായ ക്രോ ആൻഡ് ക്രൂ, അതായത് ലെസ്റ്റർ ഡി ക്രോയും ആലീസ് വി ക്രൂ, അവരുടെ വ്യൂസിൽ എന്താണ് ഡെഫിനിഷൻ ഫോർ മെന്റൽ ഹൈജീൻ, അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെന്റൽ ഹൈജീൻ അക്കോർഡിംഗ് ടു ദം, മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ്. ദാറ്റ് ഡീൽസ് വിത്ത് ഹ്യൂമൻ വെൽഫെയർ, ആളുകളുടെ വെൽഫെയറിനെ ആയിട്ട് ഡീൽ ചെയ്യുന്നു. ആൻഡ് സ്പ്രെഡ്സ് ഓൾ ഫീൽഡ്സ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. പല ടൈപ്പ് റിലേഷൻഷിപ്പ് ഉണ്ടല്ലേ, പാരന്റ്സും കുട്ടികളുമായിട്ട്, കുട്ടികൾ തമ്മിൽ, സിബ്ലിങ്സ്, ഫ്രണ്ട്സും ആയിട്ടുള്ളത്, ഇപ്പം അവർക്കൊരു അവരുടെ പാർട്ട്ണറുണ്ട്, ആ പാർട്ട്ണറുമായിട്ടുള്ളത്, ഗ്രാൻഡ് പാരന്റ്സ് ആയിട്ടുള്ളത്, അങ്ങനെ നൈബേഴ്സ് ആയിട്ടുള്ളത്, അങ്ങനെ പല ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഉണ്ട്. അതിലേക്കെല്ലാം ഇത് സ്പ്രെഡ് ചെയ്യുന്നു. ഈ ഹ്യൂമൻ വെൽഫെയർ എല്ലാ ഫാക്ടേഴ്സും സ്പ്രെഡ് ചെയ്യുന്നതാണ് മെന്റൽ ഹൈജീൻ നമ്മൾ പറഞ്ഞത്. മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം തന്നെ, ഡീൽസ് വിത്ത് ഹ്യൂമൻ വെൽഫെയർ, ബട്ട് എന്താ ചെയ്യുന്നത്, ആക്സെപ്റ്റ് ഓൾ ഫീൽഡ്സ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്, എല്ലാം ഉൾക്കൊള്ളുന്നു. അതാണ് മെന്റൽ ഹെൽത്ത്. അപ്പൊ മെന്റൽ ഹൈജീനിലൂടെ വന്ന മെന്റൽ ഹെൽത്തിലേക്ക് എത്തുന്നു, അതാണ് നടക്കുന്നത്. അത് തന്നെയാണല്ലോ, നമ്മൾ നല്ല ഹൈജീൻ ആയിട്ട് വളരുവാണെങ്കിൽ നമ്മളുടെ ഫിസിക്കൽ ഹെൽത്തിനെ അത് നല്ലപോലെ കണക്ട് ചെയ്യുന്നു. അതുപോലെ മെന്റൽ ഹൈജീൻ നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ മെന്റൽ ഹെൽത്തിനെ അത് നല്ലപോലെ കണക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്.
സോ നെക്സ്റ്റ് നമ്മൾ മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീൻ ഒന്നും കൂടെ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുകയാണ്. സോ നമ്മുടെ സെഷന്റെ ഹാഫ് സെഷൻ കഴിഞ്ഞു. അപ്പൊ ഇതില് ബാക്കി മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീൻ നിങ്ങൾക്കൊന്ന് വായിച്ച് വേണമെങ്കിൽ തന്നെ ഒന്ന് വായിച്ചു നോക്കാം. കാണാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാവർക്കും? ജസ്റ്റ് ആ പാരഗ്രാഫ് ഒന്ന് വായിക്കും. അവിടെ ഞാൻ നിങ്ങളോട് പറയാം, അവിടെയും രണ്ട് ഓതേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. ഈ സൈക്കോളജിയിലെ രണ്ട് ഓതേഴ്സ്, അതായത് കട്ട്സ് ആൻഡ് മോസ്ലി ആണ് അവിടെ വരുന്നത്. അവരുടെ പേര് ഞാൻ പറയാം വായിച്ചു കഴിയുമ്പോൾ. പിന്നെ ഒരു ഫ്രേസ് അവിടെ വരുന്നുണ്ട്, മീൻസ് ആൻഡ് എൻഡ്സ്. എന്തായാലും വായിക്കും, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അതെന്താ. രണ്ടാമത്തെ പാരഗ്രാഫ് വായിക്കണം, മെന്റൽ ഹെൽത്ത്. വേണ്ട, ആ ഫസ്റ്റ് പാരഗ്രാഫ് മാത്രം വായിച്ചാൽ മതി. കഴിഞ്ഞു അല്ലേ? ഓക്കെ, നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. ഇറ്റ് ഇസ് എ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദി ഹ്യൂമൻ വെൽഫെയർ, അതായത് കെയർ ആൻഡ് പ്രൊമോഷൻ ഓഫ് മെന്റൽ ഹെൽത്ത് ആസ് വെൽ ആസ് ദ പ്രിവെൻഷൻ ഓഫ് മെന്റൽ ഇൽ ഹെൽത്ത്. മെന്റൽ ഹെൽത്ത് സെയിം ആസ് അതിന്റെ ഒപ്പം തന്നെ മെന്റൽ ഇൽനെസ്സും. അതുകൊണ്ടാണ് ആ വേർഡും കൂടെ ഞാൻ പറഞ്ഞത്. മെന്റൽ ഇൽനെസ് എന്നുള്ളതും മെന്റൽ ഇൽനെസ് പ്രത്യേകം സ്പെസിഫൈ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്? കെയർ ആൻഡ് പ്രൊമോഷൻ ഓഫ് മെന്റൽ ഹെൽത്ത്. ശരിക്കും നല്ലൊരു ഗുഡ് പോസിറ്റീവ് മെന്റൽ ഹെൽത്ത് കിട്ടാനായിട്ട് നമ്മൾ 4 കാര്യങ്ങളാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. 4 ഡൊമൈൻസ്, 4 ലെവൽസിലുള്ള കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെന്റൽ ഹെൽത്ത് കിട്ടുന്നതാണ്. ഓക്കെ, നമുക്കറിയാം സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. നമ്മളുടെ ഫിസിക്കൽ, അതിൽ നിന്ന് നമ്മൾ ആദ്യം തുടങ്ങാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡ്, അതാണ് ഫസ്റ്റ് ഡൊമൈൻ, ഫസ്റ്റ് ലെവൽ, ഫസ്റ്റ് ഏരിയ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് ഏരിയ ആണ് നല്ല ഭക്ഷണം, ബാലൻസ്ഡ് ഡയറ്റ് എന്ന് തന്നെ പറയാം. പിന്നെ നമ്മളുടെ ഫുഡില് കൂടുതൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യാം. ഫൈബർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പലർക്കും നോൺ വെജ്, വെജിറ്റേറിയൻ, അങ്ങനെ പല കാറ്റഗറീസ് ഉണ്ടാകും. എപ്പോഴും ഫൈബർ കണ്ടന്റ് ഉള്ള ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെന്താ, പിന്നെ ഭക്ഷണം കഴിക്കേണ്ട രീതികൾ നമുക്കറിയാം. ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം എങ്ങനെ കുടിക്കണം, ആ രീതികളെല്ലാം നമുക്കറിയാം. ഭക്ഷണം നല്ലപോലെ ചവച്ചരച്ച് കഴിക്കണം. പലരും പറയാറുണ്ട് ഫ്രൂട്ട് ജ്യൂസിനേക്കാളും എപ്പോഴും അത്
ഫ്രൂട്ട് ആയിട്ട് കടിച്ച് ചവച്ച് കഴിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയും. അങ്ങനെ നല്ല രീതിയിൽ ഫുഡ് ഹാബിറ്റ്സ്. പിന്നെ നമ്മളുടെ റൊട്ടീൻ, നമ്മൾ പുവർ മെന്റൽ ഹെൽത്തിലെ പ്രശ്നങ്ങളായിട്ട് പറഞ്ഞതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. നമ്മളുടെ റൊട്ടീൻ, കറക്റ്റ് ഒരു റൊട്ടീൻ, ഒരു ഹെൽത്തി ആയിട്ടുള്ള റൊട്ടീൻ ഫോളോ ചെയ്യും. നെക്സ്റ്റ് റിക്രിയേഷൻ. റിക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ വിനോദം അല്ലെ? എക്സസൈസസ് ചെയ്യാം, മൂവീസ് വാച്ച് ചെയ്യാം, അങ്ങനെ നല്ല രീതിയിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുക. ആളുകളായിട്ട് ഗ്യാതറിംഗ് ആകാം, ഗെറ്റ് ടുഗദർ ആകാം, ഒരുമിച്ച് പാർക്കിൽ പോകാം, നടക്കാൻ പോകാം, അതെല്ലാം എക്സസൈസ് എല്ലാം ഈ റിക്രിയേഷനിൽ പെടും. നല്ല രീതിയിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള റിക്രിയേഷൻ ഹാബിറ്റ്സ്. പിന്നെ തിങ്കിങ്, നമ്മളുടെ തിങ്കിങ് പോസിറ്റീവ് തിങ്കിങ് ആയിരിക്കണം. അപ്പൊ ഏതൊക്കെയാണ് 4 ഫാക്ടേഴ്സ് പറഞ്ഞത്? ഫുഡ് ഹാബിറ്റ്സ്, നമ്മുടെ പറഞ്ഞു. ഫസ്റ്റ് പറഞ്ഞത് ഫുഡ് ഹാബിറ്റ്സ് ആയിരുന്നു. സെക്കൻഡ് എന്തായിരുന്നു? ഹെൽത്ത് ആൻഡ് കറക്റ്റ് റൊട്ടീൻ. യെസ്, റൊട്ടീൻ. നെക്സ്റ്റ് തേർഡ് വൺ റിക്രിയേഷൻ. പോസിറ്റീവ് തിങ്കിങ്. പോസിറ്റീവ് തിങ്കിങ്. ഓക്കെ, അപ്പൊ നമ്മളുടെ വിചാരങ്ങൾ അല്ലെ എല്ലാം വരുന്നു ഇതിനകത്ത്. അപ്പൊ ഈ 4 ഫാക്ടേഴ്സ് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ഫാമിലിയിലും അതും അടുത്തും ചിട്ടയായിട്ട് പോവുകയാണെങ്കിലും നമുക്ക് ഫാമിലി റിലേഷൻഷിപ്പിലും ഇഷ്യൂസ് ഉണ്ടാവില്ല. പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട്. ഇവിടെ നമുക്ക് 2 സൈക്കോളജിസ്റ്റുകളുടെ പറയോ? ഫസ്റ്റ് വൺ ഫുഡ് ഹാബിറ്റ്സ്. അതില് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാലോ, നമ്മൾ കുറെ പഠിച്ചിരുന്നു. ഫുഡ് കഴിക്കേണ്ട രീതി, പിന്നെ ഫൈബർ കണ്ടന്റുള്ള ഫുഡ് കൂടുതൽ ഉൾപ്പെടുത്തുക, ഫ്രൂട്ട്സും വെജിറ്റബിൾസും നല്ലപോലെ ഇൻക്ലൂഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ നമ്മുടെ റൊട്ടീൻ, നല്ലൊരു റൊട്ടീൻ നമ്മൾ ഫോളോ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് തേർഡ് പറഞ്ഞത് റിക്രിയേഷൻ. RECREATION. നമ്മൾ വിനോദങ്ങളിലൊക്കെ ഏർപ്പെടില്ല, എക്സസൈസ് ഉൾപ്പെടെ, മൂവീസിന് പോകുന്നത്, ഔട്ടിങ്ങിന് പോകുന്നത്, ചെറിയ പിക്നിക്കുകൾക്ക് പോകുന്നത്, ഫാമിലി ഗ്യാതറിംഗ്, ഫ്രണ്ട്സിനെ കാണുന്നത്, അങ്ങനെയുള്ള കുറെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റിക്രിയേഷൻസ് ഉണ്ടല്ലോ, അതെല്ലാം. പിന്നെ തിങ്കിങ്, പോസിറ്റീവ് തിങ്കിങ്. ഈ 4 ഫാക്ടേഴ്സ് ആണ് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള മെന്റൽ ഹെൽത്തിന്റെ ഫാക്ടേഴ്സ്. ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ആണ് ഈ 4. ഓക്കെ, ഇനി നമ്മളുടെ ആ ഒരു സൈക്കോളജിസ്റ്റ് എന്താ പറഞ്ഞത്? ഫുഡ് ഹാബിറ്റ്സ്, റൂട്ടീന്, റിക്രിയേഷൻ, പോസിറ്റീവ് തിങ്കിങ്, നമ്മുടെ തോട്ട്സ്, ശരിയായ രീതിയിലുള്ള തിങ്കിങ്. ഓക്കെ, സോ mental health is a process of continuous adjustment to the environment by the individual. അതായത് ആ ഇൻഡിവിജ്വൽ അയാളുടെ ഉള്ളിലുള്ള കോൺഫ്ലിക്ട്സിനെയും സോർട്ട് ഔട്ട് ചെയ്യണം, നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളുമായിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. മെന്റൽ ഹൈജീൻ ഈസ് ദ മീൻസ് ഓഫ് അറ്റൈനിങ് ഹെൽത്ത്, പേഴ്സണൽ ആൻഡ് സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ്. മെന്റൽ ഹൈജീനും ഇത് തന്നെ, പേഴ്സണലിയും സോഷ്യലിയും ആയിട്ട് ഉള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് മെന്റൽ ഹൈജീൻ. അക്കോർഡിംഗ് ടു കട്ട്സ് ആൻഡ് മോസ്ലി, 2 സൈക്കോളജിസ്റ്റുകളാണ് അവര്. അവരുടെ ശരിക്കുള്ള പേര് നോർമ ഇ കട്ട്സ്. നോർമ, NORMA, നോർമ. ബാക്കി അതിനകത്തുണ്ട് നോർമ ഇ കട്ട്സ്. അടുത്ത ആളുടെ പേര് നിക്കോളാസ് മോസ്ലി. ഒന്നുകൂടി പറയോ? നോർമ, NORMA, നോർമ ഇ കട്ട്സ്. കട്ട്സ് അവിടെ തന്നിട്ടുണ്ട്. അവിടെ ആ സർനെയിം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പൊതുവെ ഫോറിനേഴ്സ് സർനെയിം ആണല്ലോ കൂടുതൽ പറയാറ്. നോർമ ഇ കട്ട്സ് ആൻഡ് നിക്കോളാസ്, NICHOLAS, നിക്കോളാസ് മോസ്ലി. മോസ്ലി അവിടെ തന്നിട്ടുണ്ട്. ആസ് പെർ ദർ വ്യൂസ്, അവിടെ മെന്റൽ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അത് നിങ്ങൾ മെന്റൽ ഹെൽത്ത് എന്നാക്കുക. അക്കോർഡിംഗ് ടു കട്ട്സ് ആൻഡ് മോസ്ലി, മെന്റൽ ഹെൽത്ത്. സോറി, പിന്നെ ബ്രേക്ക് ആയി പോയി. അപ്പൊ ഒരു ലാസ്റ്റത്തെ രണ്ടാമത്തെ നെയിം ഒന്നുകൂടെ പറയോ? രണ്ടാമത്തെ നെയിം നിക്കോളാസ് മോസ്ലി. നിക്കോളാസ്, NICHOLAS, നിക്കോളാസ് മോസ്ലി. നോർമ ഇ കട്ട്സ് ആൻഡ് നിക്കോളാസ് മോസ്ലി. അക്കോർഡിംഗ് ടു അവര് പറയുന്ന അനുസരിച്ച്, their വ്യൂസ് അനുസരിച്ച്
മെന്റൽ ഹെൽത്ത് എന്നുള്ള വേർഡ് അവിടെ മിസ്സായിട്ടുണ്ട്, നിങ്ങൾ അത് എഴുതി ചേർക്കുക. മെന്റൽ ഹെൽത്ത് ഈസ് ദ എബിലിറ്റി ടു അഡ്ജസ്റ്റ് സാറ്റിസ്ഫാക്ടറിലി ടു ദി വേരിയസ് ട്രെയിൻസ് ഓഫ് ദ എൻവയോൺമെന്റ് വി മീറ്റ് ഇൻ ലൈഫ്. അതായത് നമുക്ക് ലൈഫിൽ എപ്പോഴും ഭയങ്കര സന്തോഷം നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് പല പല പ്രശ്നങ്ങൾ വരാം. അതുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു, അതിനെ സോർട്ട് ഔട്ട് ചെയ്ത് പോകുന്നതാണ് മെന്റൽ ഹെൽത്ത്. ആ ഒരു എബിലിറ്റിയാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അല്ലാതെ എന്തെങ്കിലും ഇപ്പം ഫ്ലഡ് വന്നു, ആളുകൾ അതിനെ അതിജീവിച്ചു അല്ലെ, അപ്പൊ അതുപോലെ അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റും വരുന്നു അതിനെയെല്ലാം നമുക്ക് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു എബിലിറ്റിയാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു കട്ട്സ് ആൻഡ് മോസ്ലി. ഇനി അത് അവര് മെന്റൽ ഹൈജീൻ എന്താണെന്ന് അവര് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. മെന്റൽ ഹൈജീൻ ഈസ് ദ മീൻസ് വി ടേക്ക് ടു അഷ്യൂർ ദ അഡ്ജസ്റ്റ്മെന്റ്. മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത് നമ്മൾ ആ അഡ്ജസ്റ്റ്മെന്റിന് നമ്മൾ എടുക്കുന്ന സ്റ്റെപ്സ്, എന്തെല്ലാമാണോ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി നമ്മൾ എടുക്കുന്നത്, എന്തെല്ലാം മാർഗങ്ങളാണ് എടുക്കുന്നത്, ആ മീൻസ് ആണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. അപ്പൊ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദം കട്ട്സ് ആൻഡ് മോസ്ലി വേരിയസ് പ്രോബ്ലംസ്, നമ്മളുടെ ചുറ്റും നടക്കുന്ന വേരിയസ് പ്രോബ്ലംസ് അറൌണ്ട് അസ്, അതിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു, നമ്മൾ അതിനെ ഓവർകം ചെയ്യുന്നു. ആ എബിലിറ്റി, നമ്മളുടെ ആ എബിലിറ്റിയാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഒരു വിൽ പവർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ഒരു വിൽ പവർ. ചില സമയത്ത് ഇപ്പം പാരന്റ്സ് മരിച്ചു, കുട്ടി അല്ലെങ്കിൽ എന്താ പറയാ, വീട് നഷ്ടപ്പെട്ടു, അവർ അതിനെല്ലാം അവർ അതിജീവിച്ച് വന്നു നമ്മൾ പറയില്ല, ആ ഒരു വിൽ പവർ. ദാറ്റ് ഇസ് എബിലിറ്റി ഓഫ് അവർ മൈൻഡ്, ദാറ്റ് ഇസ് മെന്റൽ ഹെൽത്ത്. അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ആ സെന്റൻസ് ഭയങ്കര കട്ടിയായിട്ട് ഫീൽ ചെയ്യും. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടേതായ ലാംഗ്വേജിൽ അത് മാറ്റി എഴുതിക്കോളൂ. ഇത് തന്നെ അങ്ങനെ മനസ്സിലാക്കി വെക്കേണ്ട. നമ്മൾക്ക് അതിൽ നിന്ന് എന്താണോ ആ കണ്ടന്റിൽ നിന്ന് മനസ്സിലായത് അത് നമ്മൾ സിമ്പിൾ ആയിട്ട് എഴുതി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് മെന്റൽ ഹൈജീൻ പറഞ്ഞാൽ എന്താ, ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന മാർഗങ്ങളാണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന പ്രോബ്ലംസിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ചില സ്റ്റെപ്സ് എടുക്കും. ആ സ്റ്റെപ്സ് ആണ് മെന്റൽ ഹൈജീൻ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങൾ, സ്ട്രെയിൻസ്, സ്ട്രെസ്, ടെൻഷൻസ്, അതിനെയെല്ലാം നമ്മൾ ഓവർകം ചെയ്യുന്ന എബിലിറ്റിയാണ് മെന്റൽ ഹെൽത്ത്. അങ്ങനെ ഓവർകം ചെയ്യാൻ നമ്മൾ എടുക്കുന്ന സ്റ്റെപ്സ് ആണ്, ടൂൾസ് ആണ് മെന്റൽ ഹൈജീൻ. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഡെഫിനേഷനും ഓക്കെ ആണോ? അത് ഇപ്പൊ പറഞ്ഞ കാര്യം അത് നല്ലൊരു എന്താ പറയാ, അവർ ഇച്ചിരി കട്ടിക്കാണെന്ന് പറഞ്ഞെങ്കിലും അതിനെ ഒന്ന് സിമ്പിൾ ആക്കുന്ന ഒരു ഫ്രേസ് ആണ് നമുക്ക് നെക്സ്റ്റ് വരുന്നത്, മീൻസ് ആൻഡ് എൻഡ്സ്. എൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, അവസാനിക്കുക. മീൻസ് മാർഗങ്ങൾ അല്ലെ. സോ മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത് ഒരു ലക്ഷ്യം നമുക്കുണ്ടെന്ന് വിചാരിച്ചു. ആ ലക്ഷ്യമാണ് എൻഡ് ചെയ്യുന്ന പ്രോസസ്. ആ ലക്ഷ്യത്തിലെത്താനായിട്ട് നമ്മൾ ചില സ്റ്റെപ്സ് എടുക്കും, അതാണ് മീൻസ്. മീൻസ് ആൻഡ് എൻഡ്സ് എന്ന് പറഞ്ഞ മീനിങ് അതാണ്. ലക്ഷ്യത്തിലെത്താൻ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതാണ് മീൻസ്. ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നതാണ് ആ ലക്ഷ്യമാണ് എൻഡ് എന്ന് പറയുന്നത്. സോ മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത് മീൻസ് ആണ്. നമ്മൾ എത്തുന്ന ലക്ഷ്യം എന്താണ്, നല്ലൊരു മെന്റൽ ഹെൽത്ത് അല്ലെ. സോ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അതിന്റെ ലക്ഷ്യമാണ്. സോ മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീൻ മേ ബി ഡിഫറൻഷിയേറ്റഡ് ആസ് മീൻസ് ആൻഡ് എൻഡ്സ്. ഇവിടെ മീൻസ് എന്താണ്, മെന്റൽ ഹൈജീൻ. എൻഡ് എന്താണ്, എൻഡ് റിസൾട്ട് എന്താണ്, മെന്റൽ ഹെൽത്ത്. തന്നെ വായിക്കാൻ പറഞ്ഞപ്പോ ആ ഒരു ഇത് എന്താന്ന് പെട്ടെന്ന് പിടികിട്ടിയിട്ടുണ്ടാവില്ല. ഇനി നിങ്ങൾ ഒന്നുകൂടെ വായിക്കുമ്പോൾ അത് നല്ല ക്ലിയർ ആവും. ക്ലിയർ ആയില്ലേ? മീൻസ് ആൻഡ് എൻഡ്സ്. നമ്മളൊരു ലക്ഷ്യം, നമ്മുടെ ലക്ഷ്യം എന്താ, പോസിറ്റീവ് മെന്റൽ ഹെൽത്ത്. ആ പോസിറ്റീവ് മെന്റൽ ഹെൽത്ത് ആണ് നമ്മുടെ എൻഡ്, നമ്മുടെ അവസാന ലക്ഷ്യം എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന മീൻസ് എന്താണ്, നമ്മളുടെ മെന്റൽ ഹൈജീൻ. So mental hygiene is the means and mental health is the ends. So means and ends are mental hygiene and mental health. Clear ആയോ? അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന സെന്റൻസ് ആണ് നെക്സ്റ്റ് വൺ. മെന്റൽ ഹൈജീൻ ഈസ് എ മീൻസ് ടു മേക്ക് പീപ്പിൾ കോൺഷ്യസ് ഓഫ് മെന്റൽ ഹെൽത്ത്. ഇറ്റ് പ്രൊവൈഡ്സ് മീൻസ് ആൻഡ് മെഷേഴ്സ് ടു അറ്റൈൻ മെന്റൽ ഹെൽത്ത്. നമ്മൾക്ക് നല്ല പോസിറ്റീവ് മെന്റൽ ഹെൽത്ത് കിട്ടണമെങ്കിൽ നമ്മളുടെ മെന്റൽ ഹൈജീൻ, ആ ടൂള് നല്ല കറക്റ്റ് ആയിരിക്കണം. ക്ലിയർ? നമുക്ക് നല്ല ആരോഗ്യം കിട്ടണമെങ്കിൽ നമ്മളുടെ മീൻസ് എന്താണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം,
നമ്മുടെ ജീവിത രീതി അല്ലെ? അതുപോലെ തന്നെയാണ് ഇത്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അവിടെ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ? നോ മാം. സോ നെക്സ്റ്റ് പാരഗ്രാഫ് നിങ്ങൾക്ക് കാണാമായിരിക്കും. സോഷ്യൽ എഫക്റ്റീവ്നെസ് വരെയുള്ള ഭാഗം റീഡ് ചെയ്യാൻ പറ്റുമല്ലോ? ഒന്ന് റീഡ് ചെയ്തു. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ആ ഒരു പാരഗ്രാഫ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ മുകളിലത്തെ നമ്മളുടെ പാരഗ്രാഫ് ഒന്ന് ക്ലിയർ ആയപ്പോ ഇത് വായിച്ചപ്പോ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലായോ? ചെറിയ ചെറിയ കൺഫ്യൂഷൻ അല്ലേ ഉള്ളൂ. ആ സെന്റൻസിന്റെ ഒരു പ്രശ്നങ്ങള്, അവിടെയും സെന്റൻസിന്റെ ചില മീനിങ്ങിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇതിൽ നിന്ന് എന്താ നമ്മൾ പറഞ്ഞത്? ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഫിസിക്കലി ഹെൽത്തി എന്ന് മാത്രമല്ല, അല്ലെ? മെന്റലി ഹെൽത്തിയും കൂടിയാണ്. യെസ്, കറക്റ്റ്. അപ്പൊ ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് നല്ല ഹെൽത്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ മാത്രമല്ല, അതിനും ബിയോണ്ട് പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ ബോഡി മാത്രമല്ല, അതിനും അപ്പുറത്തേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. ദാറ്റ് ഇസ് സൗണ്ട് എഫിഷ്യന്റ് മൈൻഡ്. സൗണ്ട് ആൻഡ് എഫിഷ്യന്റ് മൈൻഡ് എന്ന് പറഞ്ഞാൽ വിത്ത് കൺട്രോൾഡ് ഫീലിങ്സ്. നമുക്ക് നമ്മളുടെ ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു, അല്ലെ? അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇമ്പൾസീവ് ബിഹേവിയർ എന്ന് കേട്ടിട്ടുണ്ടോ? അത് കാണുന്നത് മെച്യൂർ ആകാത്ത കുട്ടികളിലാണ്. എന്നുവെച്ചാൽ പെട്ടെന്ന് ആവേശം മൂത്ത് അവര് പരിസരമൊന്നും നോക്കില്ല, അതും ഇതൊക്കെ അവര് വിളിച്ചു പറയും. ചില കുട്ടികളെ നമ്മൾ കേട്ടില്ലേ, ഗസ്റ്റ് ഒക്കെ വീട്ടിൽ വന്നിരിക്കുന്നു, പക്ഷെ ഇവര് ഭയങ്കരമായിട്ട് ഗസ്റ്റിന്റെ മുമ്പിൽ വെച്ച് ഭയങ്കര ഇതായിട്ട് പെട്ടെന്ന് അവർക്ക് ഓരോ ഇമ്പൾസസ് വരുന്നത്. പക്ഷെ നമ്മളൊരു മെച്യൂരിറ്റി ആവുമ്പോഴേക്കും നമുക്കറിയാം, നമ്മളൊരു അഡൾട്ട് കുട്ടികൾ അതിലേക്ക് ആവുമ്പോൾ നമുക്കറിയാം എന്ത് എവിടെ ഏത് സമയത്ത് പറയണം എന്നുള്ള ഒരു മെച്യൂരിറ്റി വരുന്ന ഒരു ഏജ് ഉണ്ടല്ലോ. സോ അതാണ് നമുക്ക് നമ്മളുടെ ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ. സോ അതാ മെന്റൽ ഹെൽത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നമ്മളിൽ വരുന്ന ഫീലിങ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇമ്പൾസീവ് ബിഹേവിയർ ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ. ഹെൽത്ത് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ബീയിങ് സൗണ്ട് ബോഡി ആൻഡ് മൈൻഡ്. അതായത് സൗണ്ട് ഓർ ഹോൾ, അതായത് സൗണ്ട് നല്ല സുബോധത്തോടെ, കോമൺ സെൻസ് എന്നൊരു മനുഷ്യന് പറയില്ലേ, സൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്ന മനസ്സുള്ള നമ്മളുടെ തോട്ട്സ് ശരിയായ രീതിയിൽ വരുന്നതിനെയാണ് സൗണ്ട് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പൊ സൗണ്ട് മൈൻഡ് ആൻഡ് ബോഡി ഹെൽത്ത് എന്ന് പറയുന്നത് ആ ഒരു സ്റ്റേറ്റ് ആണ്. ബോഡി മാത്രമല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നത്, മൈൻഡ് ഓൾസോ. ഇറ്റ് മീൻസ് ദാറ്റ് ദ ബോത്ത് ബോഡി ആൻഡ് മൈൻഡ് എന്നും കൂടി ഉണ്ട്. അവിടെ ബോത്ത് ബോഡി കഴിഞ്ഞിട്ട് ആൻഡ് മൈൻഡ് കൊടുത്തിട്ടില്ല. ആൻഡ് മൈൻഡ് എന്ന് നിങ്ങളാക്കി വായിക്കണം. അതായത് നമ്മളുടെ ഉള്ളില് ഇന്റഗ്രേറ്റഡ് സൈക്കോസൊമാറ്റിക്, അതായിരിക്കും അവിടെ കൺഫ്യൂഷൻ വന്നൊരു വാക്ക്. ഇന്റേണൽ കോൺഫ്ലിക്ട്സ് ആൻഡ് സ്ട്രെസ് എന്നാണ് അതിന്റെ മീനിങ്. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന ഡിസ്റ്റർബൻസസ്, അതാണ് ഈ സൈക്കോസൊമാറ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇന്റേണൽ കോൺഫ്ലിക്ട്സ്, നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചില സ്ട്രെസ് ഡിസ്റ്റർബൻസസ്, അതിനെയാണ് സൊമാറ്റിക് എന്ന് പറയുന്നത്. അത് നമുക്ക് തന്നെ റിസോൾവ് ചെയ്യാൻ പറ്റണം. ആ ഒരു ഫീലിങ്സ് എല്ലാം നമുക്ക് സോർട്ട് ഔട്ട് ചെയ്ത് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും.
നമ്മുടെ തോട്ട്സിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെയാണെന്ന് ഇങ്ങനെ പറയില്ലേ, വേറൊരാളല്ല അത് ചെയ്യേണ്ടത്. നമ്മളുടെ തോട്ട്സ്, നമ്മളുടെ ഫീലിങ്സ്, അതിന്റെ കൺട്രോൾ നമുക്കുള്ളിൽ തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ അതിനെ റിസോൾവ് ചെയ്തെടുക്കണം. അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മളുടെ ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും നമ്മൾ സോഷ്യലി നമ്മൾ ആളുകളോട് പെരുമാറുന്നതും എല്ലാം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അതാണ് പറയുന്നത്. ഇറ്റ് കോൺട്രിബ്യൂട്ട് ടു ദ മെയിൻ്റനൻസ് ഓഫ് ഫിസിക്കൽ ഹെൽത്ത് ആസ് വെൽ ആസ് സോഷ്യൽ എഫക്റ്റീവ്നെസ്. അപ്പൊ നമ്മളുടെ സ്ട്രെസ്, ഡിസ്റ്റർബൻസസ്, നമ്മളുടെ തോട്ട്സ്, ഫീലിങ്സ് എല്ലാം നമ്മൾക്ക് തന്നെ കൺട്രോൾ ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് സോഷ്യൽ ഡിസ്റ്റർബൻസിന് കാരണമാകില്ല, പുറമേ ഉള്ള ഒരാളെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ പോവില്ല. അത് നമ്മളുടെ ഒരു മെച്യൂരിറ്റി തന്നെയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഒരു ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത് ബിയോണ്ട് ദ ബോഡി, ബോഡിയുടെ ഹെൽത്തിന്റെ അപ്പുറത്തേക്കാണ്. അത് ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ്. നല്ല രീതിയിൽ മെന്റൽ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് നമുക്കിപ്പോ ഉള്ളത്, പണ്ടത്തെക്കാളും. പണ്ടില്ല എന്നല്ല പറഞ്ഞത്, പക്ഷെ ഇപ്പൊ മെന്റൽ ഹെൽത്തിന് വളരെയധികം പ്രയോറിറ്റി ഉണ്ട്. ഈവൻ എക്സാമിന് പോകുന്നതിന് മുമ്പ് കുട്ടികളുടെ സ്ട്രെസ് കുറയ്ക്കാനുള്ള രീതിയിലുള്ള ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സെഷൻസ് എല്ലാം സ്കൂളുകളിലും കോളേജുകളിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വലിയൊരു മാച്ചിന് പോകുന്നവർക്ക് അവർക്കും സ്ട്രെസ് റിലീഫിനായിട്ടുള്ള പല സെഷൻസ് കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പൊ വർക്കിംഗ് വുമൻസ് അല്ലെങ്കിൽ ഓഫീസുകളിൽ സ്ട്രെസ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് അവർക്കും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ ചില റെസിഡൻസ് അസോസിയേഷൻ അല്ലെങ്കിൽ ചില ഗ്രൂപ്പുകൾ അവരെല്ലാം ചേർത്ത് ലേഡീസിന് മാത്രമായിട്ട് അങ്ങനെ ചില സെഷൻസ് കൊടുക്കും. അങ്ങനെ അങ്ങനെ പല പല രീതിയിലും സ്ട്രെസ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് എല്ലാ ഫീൽഡുകളിലും അതിന് വേണ്ടുന്ന ഇന്റർവെൻഷൻസ്, ഇടപെടലുകൾ നടത്തുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇപ്പോൾ. അത് മെന്റൽ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാണ്. മെന്റൽ ഹെൽത്ത് ശരിയല്ലാതാകുമ്പോൾ പലപ്പോഴും ഡിവോഴ്സ് പോലുള്ള പല അതുപോലുള്ള പ്രശ്നങ്ങളും ബന്ധങ്ങളിലെ അകൽച്ച, അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഈ മെന്റൽ ഹെൽത്തിലെ ഇഷ്യൂസ് കൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത്. അതാണിപ്പോ. പിന്നെ ഓഫീസുകളിൽ അങ്ങനെ ഒരു സ്ട്രെസ് മാനേജ്മെന്റ് സെഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ അവരുടെ ഔട്ട്പുട്ട് കൂടുക, അത് അവരുടെ റവന്യൂ കൂടുന്നു, ഇൻ എഫക്റ്റ് നല്ല ബിസിനസ്സിലേക്ക് പോകുന്നു. അതെല്ലാം അതുകൊണ്ടാണ് മെന്റൽ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പണ്ടത്തെ പോലെ അടിച്ചമർത്തി ജോലി ചെയ്യിപ്പിക്കുന്ന ആ ഒരു രീതിയൊക്കെ മാറി. ഇപ്പം എന്താ പറയാ, എൻവിയോൺമെന്റ്, വർക്കിംഗ് എൻവിയോൺമെന്റ് വളരെ നല്ല രീതിയിലാക്കുന്ന രീതിയിൽ പലരും ചെയ്യുന്നുണ്ട്. ഇതാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് ഒന്ന് സ്ക്രോൾ ചെയ്യണേ റിജു. കേട്ടോ, റിജു ഒന്ന് സ്ക്രോൾ ചെയ്യണേ. ഒരു കൺക്ലൂഷനിൽ മതി. കൺക്ലൂഷൻ ആണ് നെക്സ്റ്റ് വൺ പറയുന്നത്. ആ ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചു. അതല്ല ആ പേജിൽ തന്നെ. യെസ്, മതി. അതല്ല കേട്ടോ, അടുത്ത പേജിലേക്ക് ആയിട്ടില്ല. അതിന് മുമ്പിലത്തെ പേജിന്റെ ലാസ്റ്റ് പാരഗ്രാഫ്. ഓക്കെ.
കഴിഞ്ഞു മാം. എല്ലാരും കഴിഞ്ഞില്ലേ? കുറച്ചുകൂടെ ഇപ്പൊ ഓരോരോ പാരഗ്രാഫ് വായിക്കും, കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. നമുക്ക് കൺക്ലൂഡ് ചെയ്യാവുന്ന രീതിയിൽ പറയുന്നത് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് 2 ഇമ്പോർട്ടന്റ് ഫേസസ് ആണ്. അവനവനിൽ തന്നെ, പിന്നെ ചുറ്റുപാട് എന്നുള്ള രീതിയിൽ. ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ. ഇവിടെ ഹീ എന്നാണ് യൂസ് ചെയ്തേക്കുന്നത്, ഹി ഓർ ഷീ വട്ട് എവർ ഇറ്റ്. ഇൻഡിവിജ്വൽ ഇന്റേണലി അഡ്ജസ്റ്റഡ് ആകേണ്ടതുണ്ട്. പക്ഷെ നമുക്ക് ചില സമയത്ത് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവില്ലേ, നമ്മളിൽ ഒരു ചെറിയ ഒരു പ്രശ്നം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ ഒന്ന് കറക്റ്റ് ചെയ്യണം, അങ്ങനെ പറയുന്ന നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും. അവര് പറയുമ്പോൾ നമുക്കത് പെട്ടെന്ന് ആക്സെപ്റ്റഡ് ആകുന്ന സുഹൃത്തുമായിരിക്കും നമുക്ക്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ കറക്റ്റ് ചെയ്യാനും നമ്മളെ അഡ്ജസ്റ്റ് ചെയ്യാനും നമുക്ക് എളുപ്പമായിരിക്കും. നമ്മൾ തന്നെത്താനെ അല്ലെങ്കിൽ നമ്മൾ നടക്കുകയോ ഞാൻ അവിടെ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അവിടെ അങ്ങനെ പെരുമാറരുതായിരുന്നു, കാരണം നമ്മളെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അത് ചൂണ്ടിക്കാണിക്കാൻ ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് നമ്മൾ പറയുമല്ലോ. അങ്ങനെ കാണിക്കുന്ന നല്ലൊരു സുഹൃത്തോ ആരെങ്കിലും, നമ്മുടെ പാർട്ട്ണർ ആണെങ്കിലും ശരി, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിരിക്കും കുറച്ചുകൂടി. പക്ഷെ ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം അവർ സെൽഫ്. നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങണം ആ ചേഞ്ചസ്, ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ. പിന്നെയാണ് എൻവയോൺമെന്റൽ കണ്ടീഷൻസും ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും വരുന്നത്. എപ്പോഴും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഒരു ഇഷ്യൂ വന്നാൽ ഐ ക്യാൻ സോർട്ട് ഇറ്റ് ഔട്ട്, എനിക്കത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ആ കോൺഫ്ലിക്ട്സും ടെൻഷൻസും എല്ലാം സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ആ രീതിയിൽ അങ്ങ് കേപ്പബിൾ ആവുകയാണ് ചെയ്യുന്നത്. അത് അങ്ങനെ നമ്മൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ വി ഹാവ് ഗുഡ് മെന്റൽ ഹെൽത്ത്. നമ്മൾ അതിൽ ഫെയിലിയർ ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെന്റൽ ഹെൽത്തിന്റെ ലെവല് താഴേക്ക് പോകുന്നു, പുവർ ആണെന്ന് മനസ്സിലാക്കേണ്ടി വരും. പുതിയ പുതിയ സിറ്റുവേഷൻസ് വരുമ്പോൾ വളരെ ചില ആൾക്കാരല്ലേ പെട്ടെന്ന് അതുമായിട്ട് അഡാപ്റ്റ്, വീണിടം വിഷ്ണു ലോകം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഴഞ്ചൊല്ലി പറയാൻ, പെട്ടെന്ന് സിറ്റുവേഷൻസുമായിട്ട് അങ്ങ് അഡാപ്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഇപ്പോ ബാംഗ്ലൂരിലൊക്കെ ഭയങ്കരമായിട്ട് വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് പറയണം. അവിടെ കാറ് കഴുകുന്ന കണ്ടാൽ ഫൈനാണ്, കോർപ്പറേഷൻ ഫൈൻ ചെയ്യുന്നത്. അവിടെ ആൾക്കാർ അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആയിട്ട് പോകണം, കാരണം വെള്ളത്തിന്റെ പ്രശ്നമല്ലേ. അവര് വെറുതെ തുണി കൊണ്ട് തുടയ്ക്കുക ചെയ്യണേ, പൊടിയൊക്കെ എന്നാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ ഓരോ പ്രശ്നം വരുമ്പോൾ നമ്മൾ ഓരോ സിറ്റുവേഷൻസിനനുസരിച്ച് അങ്ങ് അഡാപ്റ്റഡ് ആയിട്ട് ജീവിക്കുന്നു. മുംബൈയിൽ ജീവിക്കുന്നവർ ചിലപ്പോൾ ഒറ്റ റൂമൊക്കെ ആയിരിക്കും, അവർ വളരെ ഹാപ്പി ആയിട്ട് അവിടെ ജീവിക്കുന്നു പറയും. ഒരു 10-30 വർഷം മുംബൈയിൽ ജീവിച്ചവര് ഇവിടെ നാട്ടിൽ വന്നവർക്ക് വിശാലമായ പറമ്പും വലിയ വീടൊക്കെ ആയിട്ട് അവർ പറയാം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു റൂമിൽ തന്നെ കഴിയും. അവർക്ക് അതാണ് ഒരു സ്വർഗം. അപ്പൊ അങ്ങനെ അവർ ഓരോരോ സിറ്റുവേഷൻസ് ആയിട്ട് നമ്മളിങ്ങനെ അഡാപ്റ്റഡ് ആയി പോകും. ഓക്കെ, ഇപ്പം റെയിൽവേ പാളത്തിന്റെ അടുത്ത് വീടുള്ളവര്, അവര് ആ ശബ്ദം കേട്ട് അവർ ആ സിറ്റുവേഷനായിട്ട് അഡാപ്റ്റഡ് ആവും. അതുപോലെ തന്നെയാണ് നമ്മളും അഡ്ജസ്റ്റഡ് ആകണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കോംപ്രമൈസ് ചെയ്യാന്നല്ല കേട്ടോ അതിന്റെ മീനിങ്. അങ്ങ് താഴ്ന്നു കൊടുക്കുക, നമ്മൾ സഹിക്കുക എന്നുള്ളതല്ല ഈ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിറ്റുവേഷൻസ് ആയിട്ട് കോപ്പപ്പ് ചെയ്ത് സോൾവ് ചെയ്യണം നമ്മൾ. അല്ലാണ്ട് കണ്ടില്ല, തെറ്റ് പോലെ ഒരു കാര്യമാണ് അതിനെ കണ്ടില്ല എന്ന് അടിക്കില്ല. നമ്മുടെ ഫാമിലിയിൽ തന്നെ കുട്ടികളുണ്ട്, മുതിർന്ന ആൾക്കാരുണ്ട്, നമുക്ക് കസിൻസ് ഉണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് ചെറിയ പ്രോബ്ലം നമുക്കത് കറക്റ്റ് ചെയ്ത് അവരെ നല്ല രീതിയിൽ അവരെ കൊണ്ടുപോവുക. അതാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു കറക്റ്റ് ചെയ്യുന്നത് നമ്മൾക്കുള്ളിൽ ഉണ്ടെങ്കിലേ നമുക്കത് പുറത്തേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. അല്ലാണ്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്ത് സഹിച്ച് ജീവിക്കുക എന്നുള്ളതല്ല മെന്റൽ ഹെൽത്ത്. അതെന്ന് പറഞ്ഞാൽ അത് നല്ല മെന്റൽ ഹെൽത്ത് അല്ല. നമ്മൾക്ക് സ്ട്രെസ് ആവുമല്ലേ അപ്പൊ കൂടുതൽ. ആ അഡ്ജസ്റ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വട്ട് എവർ വി ആർ ഹാപ്പി വിത്ത് ദാറ്റ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങളും നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുന്നു. അതാണ് സോഷ്യലൈസ് ചെയ്ത് ചെയ്യുക എന്ന് പറയുന്നത്. ഇന്റേണൽ അഡ്ജസ്റ്റ്മെന്റ് ആദ്യം വേണം, എന്നാലാണ് നമുക്ക് സോഷ്യലി കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഇന്റേണൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുമ്പോഴാണ് ഒരു ആക്സെപ്റ്റൻസ്, നമ്മളെ സൊസൈറ്റിയിൽ നിന്നും ഒരു ആക്സെപ്റ്റൻസ് വരികയുള്ളൂ. പിന്നെ ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നു, റെസ്പോൺസിബിലിറ്റീസ് ശരിയായ രീതിയിൽ ചെയ്യുന്നു, പിന്നെ എല്ലാം കൊണ്ടും ലൈഫിലെ സാറ്റിസ്ഫാക്ഷൻ, സക്സസ്, ഹാപ്പിനെസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അച്ചീവ് ചെയ്യുന്നു. അങ്ങനെ എഫക്റ്റീവായിട്ട് നല്ലൊരു ഹാപ്പി ലൈഫ് അങ്ങനെ ജീവിക്കുന്നു. അപ്പം അത് സൊസൈറ്റിയിലേക്ക് സ്പ്രെഡ് ആവുകയാണ് കാര്യങ്ങൾ. സൊസൈറ്റി, ഞാനൊരു ട്രയാങ്കിൾ പറഞ്ഞില്ലേ, ഞാൻ, ഫാമിലി, സൊസൈറ്റി.
നമ്മളിൽ നിന്ന് തുടങ്ങി ഫാമിലിയിലേക്ക് സ്പ്രെഡ് ചെയ്ത് ഫാമിലിയിൽ നിന്ന് അത് സൊസൈറ്റിയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ കൺക്ലൂഷൻ ആയിട്ട് പറഞ്ഞത്. അടുത്ത പേജ് എടുത്തോളൂ കേട്ടോ റിജോ. ഇത് ബാക്കിയായിട്ടുണ്ട്. നെക്സ്റ്റ് പേജിലേക്ക് പൊക്കോളൂ കേട്ടോ റിജോ. ലാസ്റ്റ് പേജ്. കേൾക്കുന്നില്ല തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ് ഒന്നുമില്ല പറയുന്നത്. ഇനി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. യെസ്, ടീച്ചർ ഇപ്പൊ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ നമ്മളുടെ മുമ്പിൽ നമ്മളുടെ സ്റ്റുഡൻസ് ഉണ്ട്. ടീച്ചർ എപ്പോഴും ഒരു ലീഡർ എന്നാണെങ്കിലും ഒരു ഗൈഡ് എന്നുള്ള രീതിയിൽ പൊസിഷൻ ചെയ്യണം. കുട്ടികളെ ലീഡ് ചെയ്യുകയാണ്, അവരെ കറക്റ്റ് ചെയ്യുന്നു, അവരെ ഗൈഡ് ചെയ്യുന്നു നല്ലൊരു എയിമിലേക്ക് എത്താനായിട്ട്. അവർക്ക് നല്ലൊരു വഴിയാണ് കാണിച്ചു കൊടുക്കേണ്ട ആളായിട്ടാണ് ടീച്ചറുടെ പൊസിഷൻ വരുന്നത്. അപ്പൊ ആ ടീച്ചർക്ക് സർട്ടൻ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് വേണം. അതായത് മറ്റുള്ളവരിൽ നിന്നും മാറ്റി നിർത്തുന്ന സ്വഭാവ ഗുണങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത് സർട്ടൻ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്. കുട്ടിക്ക് ഒരു റോൾ മോഡൽ എന്നുള്ള രീതിയിലുള്ള പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്, സ്വഭാവ ഗുണങ്ങൾ, പ്രത്യേകതയുള്ള സ്വഭാവ ഗുണങ്ങൾ ആ ടീച്ചറിൽ കാണും. കുട്ടി ഓർക്കും ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ. അത് നല്ല രീതിയിൽ തന്നെ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യും. പലപ്പോഴും അവരുടെ പേഴ്സണാലിറ്റിയെ ഫോം ചെയ്യാനും ഫിസിക്കലി, സോഷ്യലി, മെന്റലി, ഇമോഷണലി എല്ലാം അവര് ഭയങ്കര പ്രൊഡക്റ്റീവ് ആകാനായിട്ട്. ചില കുട്ടികളുണ്ടല്ലോ, അവര് ചിരിക്കില്ല, പക്ഷെ ഒരു നല്ലൊരു സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന, ചിരിച്ചുകൊണ്ട് പ്ലീസിങ് ആയിട്ട് ആ കുട്ടിയുടെ അടുത്ത് കുറച്ച് അധികം 2-3 ദിവസം ആ ടീച്ചർക്ക് അങ്ങനെ ചെയ്യേണ്ട വരും. ആ രീതിയിൽ ചെയ്യുമ്പോഴേക്കും കുട്ടി പതുക്കെ ആ ഒരു ബോണ്ടിങ് കുട്ടിയും ടീച്ചറും തമ്മിലാകും. അപ്പൊ അങ്ങനെ കുട്ടിയുടെ പേഴ്സണാലിറ്റി ഫാക്ടേഴ്സിനെ പലതും ഈ ടീച്ചറുടെ സ്വഭാവ ഗുണങ്ങൾ അഫക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലെ ഒരു മറ്റുള്ളവരിൽ നിന്നും വേർതിരിച്ച് കാണാൻ പറ്റുന്ന പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്, സ്വഭാവ ഗുണങ്ങൾ ടീച്ചർക്ക് ഉണ്ടാകണം. ടീച്ചർ ഒരു റോൾ മോഡൽ ആകണം എന്നാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഫഷണൽ ട്രെയ്റ്റ്സ് ഓഫ് എ മെന്റലി ഹെൽത്തി ടീച്ചർ, അത് പോയിന്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യണേ റിജു. ഫസ്റ്റ്, ടീച്ചർ ഏത് സബ്ജക്റ്റിലാണോ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അതിനെ കുറിച്ചൊരു നല്ല നോളജ് ആ ടീച്ചർക്ക് ഉണ്ടായിരിക്കണം. ഒരു സബ്ജക്ട് നോളജ്, ഗുഡ് നോളജ്. കുട്ടിക്ക് എന്ത് ഡൗട്ട് വന്നാലും അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സബ്ജക്ട് നോളജ്. അപ്പൊ ടീച്ചർ എപ്പോഴും ശ്രദ്ധിക്കുക, നന്നായി അതിനെപ്പറ്റി മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രമാണ് ടീച്ചർ കുട്ടിയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. കുട്ടികൾക്ക് പല ഡൗട്ട്സ് വരാം. അങ്ങനെ വന്ന ഡൗട്ട് ടീച്ചറും അപ്പൊ പറ്റിയില്ലെങ്കിൽ പിന്നീട് ഒരു അവസരത്തിൽ നല്ലൊരു രീതിയിൽ മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ കപ്പാസിറ്റി നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആൻഡ് വില്ലിംഗ്നെസ് ടു ടീച്ച് എഫക്റ്റീവ്ലി ആൻഡ് മാസ്റ്ററി ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. ടീച്ചർ പറയുന്ന കാര്യങ്ങൾ അത്ര ക്ലാരിറ്റി ഉള്ളതായിരിക്കും. അപ്പൊ ഞാൻ എന്റെ കമ്മ്യൂണിക്കേഷൻ വളരെ മോശമാണെങ്കിൽ എനിക്ക് ഒരിക്കലും നിങ്ങളിലേക്ക് എത്താൻ പറ്റില്ല. നമ്മൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ മീഡിയത്തിലൂടെ ഇന്ററാക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ ഒരു കപ്പാസിറ്റി, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എഫക്റ്റീവ് ആയിരിക്കണം. പിന്നെ ടീച്ചർ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെ? എബിലിറ്റി ആൻഡ് ഡിസയർ ടു ഇംപ്രൂവ്. ടീച്ചർ എപ്പോഴും സ്വയം ഇംപ്രൂവ് ആവണം. ഞാൻ പെർഫെക്റ്റ് ആയി, ഞാൻ കംപ്ലീറ്റഡ് ആണ്, ഞാൻ ഓക്കെയാണ്, ഇത് കൂടുതൽ എല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു എന്നുള്ള ഒരു ഇതെല്ലാം ടീച്ചർക്ക് വേണ്ടി. ടീച്ചർ അപ്ഡേറ്റഡ് ആകണം. മുമ്പിലിരിക്കുന്ന ഓരോ കുഞ്ഞും ഓരോ പുസ്തകമാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിക്കാനുണ്ടാവും. എനിക്ക് അതുപോലെ തന്നെയാണ്. നിങ്ങൾ ഓരോരുത്തരും എന്നെ സംബന്ധിച്ച് ഓരോ ബുക്സ് ആണ്, പുതിയ പുതിയ ബുക്ക്, ഞാൻ വായിക്കാത്ത, ഞാൻ അറിയാത്ത. അതുപോലെ തന്നെയായിരിക്കണം നമ്മളുടെ മുമ്പിൽ വരുന്ന നമ്മുടെ കുട്ടികളും. പിന്നെ കപ്പാസിറ്റി ടു വർക്ക് ടുഗദർ, ഷെയർ എക്സ്പീരിയൻസ്. ബാക്കി സ്റ്റാഫ് മെമ്പേഴ്സുമായിട്ട് അവരെ അങ്ങ് ഒഴിവാക്കി നിർത്താൻ, അവരുമായിട്ട് ഒരുമിച്ച് മിങ്കിൾ ചെയ്ത് മീൻസ് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വേണം. എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാൻ. കാരണം ചിലപ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന നല്ലൊരു ഗൈഡൻസ് അത് നല്ലപോലെ റിസൾട്ട് ചെയ്യും. പിന്നെ റെസ്പോൺസിബിലിറ്റി, പിന്നെ ഒരുമിച്ച് കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഫങ്ഷൻ ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി. പിന്നെ കുട്ടികളെ അക്സെപ്റ്റ് ചെയ്യാനും അവരെ മനസ്സിലാക്കാനും, അക്സെപ്റ്റൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ചിൽഡ്രൻ. കൂടുതൽ പോയിന്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ എന്റെ റോൾ എന്താണെന്നുള്ളത്, അതായത് ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ സ്വന്തം റോൾ എന്താണ്, ഈ സൊസൈറ്റിയിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, അത് ആ ക്ലാസ് റൂമിനുള്ളിൽ തന്നെ ഒതുങ്ങി പോകാതെ നിങ്ങൾ നാളത്തെ സൊസൈറ്റിക്ക് വേണ്ടിയുള്ള കുഞ്ഞുങ്ങളെയാണ് ഫ്രെയിം ചെയ്തെടുക്കുന്നത്. സോ
ആ ഒരു സൊസൈറ്റിയിൽ എന്റെ റോൾ എന്താണെന്നുള്ള ശരിയായ ഒരു റിയൽ ആയിട്ടുള്ള ഒരു അറിവ് ടീച്ചർക്ക് വേണം. പിന്നെ റെസ്പെക്ട് ചെയ്യണം അവനവനെയും മറ്റുള്ളവരെയും. എല്ലാവരുടെയും പ്രൊഫഷനെ റെസ്പെക്ട് ചെയ്യാനായിട്ട് കഴിയണം ടീച്ചറിന്. അത് വായിച്ചു നോക്കൂ. അപ്പൊ നമുക്ക് ഈ ചാപ്റ്റർ തീരുവാണ്. ചാപ്റ്റർ യൂണിറ്റ് 6 ആണ്. 6 തീരുവാണ്. നാളെ നിങ്ങൾക്ക് ഇന്ന് വരാതിരുന്ന ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം നാളെ തന്നെ കിട്ടും. ഇനി നമുക്ക് ഈ മോഡ്യൂൾ 1 പാർട്ട് 1 2 ചാപ്റ്റേഴ്സ് ബാക്കിയുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി 7th യൂണിറ്റ് അശ്വതി മിസ് ആയിരിക്കും എടുക്കുന്നത്, ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളത് കറക്റ്റ് ഏത് ഡേയിൽ ആര് വരും എന്നുള്ളതൊന്നും അത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇനി നെക്സ്റ്റ് 7ഉം 8ഉം മിസ്സായിരിക്കും. നെക്സ്റ്റ് ഞാൻ പാർട്ട് 2 നമ്മളുടെ വളരെ ഇമ്പോർട്ടന്റ്, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. ഫീറ്റസ് തുടങ്ങി, ഗർഭസ്ഥ ശിശു തുടങ്ങി അഡൾട്ട്ഹുഡിലേക്ക് പോകുന്ന വരെയുമുള്ള ചേഞ്ചസ് ആണ് നമ്മൾ പാർട്ട് 2 പഠിക്കാൻ പോകുന്നത്. അതില് ജസ്റ്റ് ഇൻഫാൻസി, ഫീറ്റസ്, ഇൻഫാൻസി, ചൈൽഡ്ഹുഡ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കണം. കാരണം നമ്മൾ ആ ഒരു ഏജിലുള്ളവരെയാണ് നമ്മൾ മാനേജ് ചെയ്യാൻ പോകുന്നത്. സോ അതിന്റെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാവും. സോ നെക്സ്റ്റ് പാർട്ട് 2 ആയിരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പാർട്ട് 1 ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ് മിസ് ചെയ്യും. മാം നാളെ ഉണ്ടാവില്ല? നാളെ ഞാൻ ഉണ്ടാവും. നാളെ ഞാൻ പാർട്ട് 2 ഫസ്റ്റ് യൂണിറ്റ് നാളെ സ്റ്റാർട്ട് ചെയ്യും. മിസ് വരുന്നത് മിസ് മോസ്റ്റ് പ്രോബബ്ലി ട്യൂസ്ഡേ ആയിരിക്കും. ട്യൂസ്ഡേ എന്തായാലും, കാരണം വെച്ചാൽ ഞാൻ ട്യൂസ്ഡേ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ട്രിവാൻഡ്രത്ത്. ഞാൻ ട്രിവാൻഡ്രം പോവാൻ ഞാൻ 8 മണിക്ക് മുമ്പ് എത്തില്ല. സോ മിസ് ആയിരിക്കും അന്ന് ഹാൻഡിൽ ചെയ്യുന്നത്. മിസ്സിന്റെ ഫസ്റ്റ് ഡേ മേ ബി ട്യൂസ്ഡേ ആയിരിക്കും. പിന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വെനസ്ഡേ നമ്മുടെ ഇംഗ്ലീഷ് സാറിനെ കൊണ്ടുവരാനാണ്. നമുക്കൊരു യൂണിറ്റ് ഇംഗ്ലീഷ് ആണല്ലോ. ഇതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് ചെയ്യാനും പ്രെയർ സോങ് എഴുതാനും എല്ലാ ആക്ടിവിറ്റീസ് ചെയ്യാനും ഈസി ആകും, ഇംഗ്ലീഷും കൂടെ പാരലലി പോകുമ്പോൾ. അല്ലെങ്കിൽ നമ്മുടെ റൈറ്റിംഗ് സ്കില്ലൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആകണം. ഞാനൊരു ഡെയിലി ഡയറി ഫോമാറ്റ്, ദിവസവും ഡയറി എഴുതുന്നതിന്റെ ഒരു ഫോമാറ്റ് അയച്ചിട്ടുണ്ട്. നാളെ കിട്ടുമായിരിക്കും. ഇന്നത്തെ ഇഷ്യൂകാരനായിരിക്കും ഷെയർ ചെയ്യാതിരുന്നത്. അതിനകത്ത് റൈറ്റിംഗ് സ്കിൽ, കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ കുറിച്ചെല്ലാം ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊന്നും ഓർത്ത് ബോധർ ചെയ്യണ്ട. നമ്മൾ ഓരോ ദിവസവും അതിനെ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെയിലി ഡയറിയിൽ നമ്മളുടെ സ്കിൽ ഇമ്പ്രൂവ് ആയത് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കും. അതെവിടെ സബ്മിറ്റ് ചെയ്യണ്ട കേട്ടോ, അത് നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. അതൊന്നും ഡെയിലി ഡയറി ഒന്നും ആരെയും സബ്മിറ്റ് ചെയ്ത് കാണിക്കാനുള്ളതല്ല. അത് നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്നതാണ്. ഡയറി എഴുതുന്നത് ആരെയും കാണിക്കാറില്ലല്ലോ. അതുപോലെ തന്നെ പക്ഷെ എഴുതേണ്ട ഫോമാറ്റ് നമ്മുടെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ഞാൻ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പേഴ്സണൽ ഡയറി ഒക്കെ എഴുതാം, അതല്ല. ഇത് ഇങ്ങനെ ഒരു ഫോമാറ്റ് എഴുതുന്നത് നമ്മൾ ഓരോ ക്ലാസ്സിൽ നിന്നും എന്ത് പഠിച്ചു. ഇപ്പൊ ക്ലാസ്സിൽ നസീം ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ പഠിച്ച ചില കാര്യങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഓരോ കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ഡേ ടു ഡേ ഓരോ ദിവസം നിങ്ങൾ ചെയ്ത കാര്യങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങളാട്ടോ. അത് ആ ഫോമാറ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ഫൈൻ, ഇനിയൊന്നും ഇല്ലല്ലോ. ഈ ചാപ്റ്റർ ഓക്കെ അല്ലേ? വളരെ ഇമ്പോർട്ടൻസ് തോന്നുന്നില്ലേ മെന്റൽ ഹെൽത്ത് എന്നുള്ളത്? മെന്റൽ ഹെൽത്ത്, മെന്റൽ ഹൈജീൻ, മെന്റൽ ഇൽനെസ്, മെന്റൽ ഇൽ ഹെൽത്ത് എല്ലാം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണേ. മാം ഒരു ഡൗട്ട്. ഈ ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികള് നമ്മളിപ്പോ എന്ത് പറഞ്ഞാലും ഉടനെ എടുത്തുചാട്ടം കാണിച്ചിട്ട് സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്യാണല്ലോ. ഇപ്പൊ റീസെന്റ് ഒരു കുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ടൂർ പോവാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് സൂസൈഡ് ചെയ്തു. അപ്പോ അങ്ങനെയൊക്കെ സൂസൈഡ് തോട്ട്സ് വരുന്ന നമുക്ക് എങ്ങനെ മനസ്സിലാവും? പെട്ടെന്ന് പോയിട്ട് ഇപ്പോ മൊബൈൽ അമ്മ കൊടുത്തില്ല പറഞ്ഞിട്ട് പോയിട്ട് സൂസൈഡ് ചെയ്യുക. അപ്പൊ അവർക്ക് ഈ ലൈഫിൽ വരുന്ന ഈ ചാലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു ഇതില്ല. അപ്പോ എങ്ങനെയാണ് അവരെ നമ്മള് ആക്ച്വലി ഈ ചലഞ്ച് ഭയങ്കരമായിട്ടും നമ്മളെ പോലുള്ള അമ്മമാര്, ടീച്ചേഴ്സ് ആണ് ഫേസ് ചെയ്യുന്നത് അല്ലെ. നമുക്കിത് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. ചിലരുടെ കേസ് നമുക്ക് മനസ്സിലായത് ഇപ്പൊ പെട്ടെന്ന് ഒരു ഇമ്പൾസീവ് ആക്ഷൻ, എന്താ പറയാ, ഒരു റിഫ്ലെക്സ് ആക്ഷൻ പോലെ. നമ്മളിപ്പോ കൈ ഇങ്ങനെ ഒരാളെ തല്ലാൻ അയാൾ ഒഴിഞ്ഞു മാറുന്ന പോലെ ഒരു റിഫ്ലെക്സീവ് ആക്ഷൻ ആണ് ആ കുട്ടി കാണിക്കുന്നത്. മൊബൈൽ തരില്ല, ഉടനെ പോയി സൂയിസൈഡ് ചെയ്യുന്നു. ഈ കേസ് നമ്മൾ കൂടുതലായിട്ട് കണ്ടു തുടങ്ങിയത് നമ്മുടെ കോവിഡ് കാലഘട്ടം തുടങ്ങിയാണ്. ഇവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ പ്രശ്നം, അറ്റൻഷൻ സ്പാൻ എല്ലാം മാറിയിരുന്നത് ആ ഒരു ടൈമിൽ വന്നപ്പോഴാണ്. ആ ഒരു പ്രശ്നം വന്നു. പിന്നെ ഇവർക്കെല്ലാം ഗൂഗിൾ മതി, ഗൂഗിൾ എല്ലാം പറഞ്ഞു തരും. അങ്ങനെ
ക്ലാസ്സിൽ ശ്രദ്ധിക്കാനും താല്പര്യമില്ല, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സൂയിസൈഡ് കേസുമായിട്ടൊരു കുട്ടി അത് മാത്രല്ല, നമ്മുടെ കുട്ടികൾ മാത്രല്ല, ഇപ്പൊ നമ്മളെ എറണാകുളത്ത് ഇപ്പൊ അടുത്തൊരു നടന്നു, സൗമ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീച്ചർ ആത്മഹത്യ ചെയ്തത് എറണാകുളത്ത് അറിയോ ടീച്ചർ? അത് ഞാൻ കേട്ടിട്ടുണ്ടോ. അത് ലെക്ചറാണ്, അവിടെ അമൃത സ്കൂളിൽ അവിടെ പഠിപ്പിക്കുന്നു. അത് നമ്മുടെ അടുത്താണ് പിന്നെ അവരുടെ വീട്, സ്ട്രെസ് കൊണ്ട് ചെയ്തതല്ലേ? പാലക്കാട്. ഹസ്ബൻഡ് മദ്യപിക്കുന്നതിന്റെ ഒരു പ്രശ്നമാണ്. മെന്റൽ സ്ട്രെസ്, അവർക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റാതെ വരും. അതെ, മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. ഇത് ഒരു സൂയിസൈഡ് ടെൻഡൻസി. കഴിഞ്ഞ ദിവസം എന്റെ പിള്ളേര് പഠിക്കുന്ന സ്കൂളിലെ ഒരു സാറ് ആത്മഹത്യ ചെയ്തു, സൂയിസൈഡ് ചെയ്തു. പിള്ളേരെ പഠിപ്പിക്കുന്ന കഴിഞ്ഞ ദിവസം അവരുടെ എക്സാം കഴിഞ്ഞതായിരുന്നു, ആ സാറിന്റെ എക്സാം കഴിഞ്ഞതായിരുന്നു. ഡ്രോയിങ് സാറായിരുന്നു. അപ്പൊ ദീപുന്ന് 38 വയസ്സേ ഉള്ളൂ. അപ്പൊ വീട്ടിലെ പ്രശ്നമാണെന്നാണ് പറയുന്നത്. വീട്ടിലെ ഒരുപാട് പ്രശ്നം. അതിന്റെ വിവാഹം കഴിഞ്ഞ് 8 വയസ്സ് ഒരു പെൺകൊച്ചുണ്ട്. ഭാര്യ ഡെന്റൽ കെയറിൽ വർക്ക് ചെയ്യുന്ന പെണ്ണ. പക്ഷെ അത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഭാര്യ തലവേദനയായിട്ട് വീട്ടിൽ നേരത്തെ വന്നു. അപ്പൊ കൊച്ചിനെയും കൊണ്ട് സാറ്, ഭാര്യ വന്നപ്പോ ഇവര് വാടകയ്ക്കാ താമസിക്കുന്നത്. അപ്പൊ കൊച്ചിനെയും കൊണ്ട് സാറ് ഭാര്യയുടെ അടുത്തേക്ക് കൊണ്ടുചെന്നാക്കിയിട്ട് സ്വന്തം വീട്ടിൽ പോയി ആത്മഹത്യ ചെയ്യുകയും ചെയ്ത്. ഇത് മെന്റലിന്റെ പ്രശ്നമാണോ? അത് വീട്ടിലെ പ്രശ്നമാണെന്നാണ് പറയുന്നത്. പക്ഷെ ഭാര്യ കാരണം ആളുടെ മെന്റൽ ഹെൽത്ത് വീക്കാണ്, ആൾക്ക് സ്വയം സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല പ്രോബ്ലം. ഒരു തേർഡ് പേഴ്സന്റെ ഒരു ഇതെടുക്കാനും പറ്റുന്നില്ല. അവിടെ ഈഗോ വരും. പക്ഷെ എല്ലാവരും തന്നെ പറയുന്ന ഒരു കുഴപ്പമില്ല, ആ വ്യക്തിനെ കൊണ്ട് യാതൊരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല, വീട്ടിൽ മാത്രം പ്രശ്നമാവില്ല എന്നാണ് പറയുന്നത്. വർക്ക് സ്പേസിൽ സ്ട്രെസ് എന്തെങ്കിലും ഉണ്ടാവാം, എന്താ പ്രോബ്ലം എന്ന് നമുക്കറിയില്ല. അയാൾ എന്തെങ്കിലും ഒരു സ്ട്രെസ്സിലായിരുന്നു കാണും. ഇപ്പം ഒരു കേസ് സൂയിസൈഡ് അറിഞ്ഞതാണേ. നല്ല മിടുക്കനായിട്ടുള്ള ഒരു പയ്യൻ, നല്ല ഇന്റലക്ച്വൽ ആണ്. ആഫ്റ്റർ ഡെത്ത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്നു. ഇതൊരു കോസ് അല്ലല്ലോ ശരിക്കും, മരിക്കാനുള്ള ഒരു കാരണമാണോ അത് ശരിക്കും? ബട്ട് സ്ട്രെസ്, പരാജയം, ഫെയിലിയർ വരുമ്പോൾ ആൾക്കാർ സൂയിസൈഡ് ചെയ്യുന്നു. സാമ്പത്തിക പ്രശ്നം വരുമ്പോൾ സൂയിസൈഡ് ചെയ്യുന്നു. ഈ കുട്ടിയുടെ പ്രോബ്ലം, അച്ഛൻ നിങ്ങളുടെ US എന്തോ ആണെന്ന് തോന്നുന്നു, ഫിനാൻഷ്യൽ പ്രോബ്ലം അങ്ങനെയൊന്നുമില്ല. മരണത്തിന് ശേഷം എന്താണ് ശരിക്കും സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാളുടെ ഒരു മെന്റൽ ഡിസോർഡർ ആണത്. അതെ, സൗമ്യ എന്ന് പറഞ്ഞതും 1 വർഷമായിട്ടുള്ള കല്യാണം കഴിഞ്ഞ്, സൗമ്യ ടീച്ചർ പറഞ്ഞ 1 വർഷമായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട് 36 വയസ്സ് വരെ വീട്ടിൽ സ്വന്തമായി നല്ല ഇതായിട്ട് ജീവിച്ചു. കല്യാണം കഴിഞ്ഞ് 1 വർഷം ആകുമ്പോഴത്തേക്കും പക്ഷെ ഇങ്ങനെ ഒരു ട്രാജഡി സംഭവിക്കുക. അവർക്ക് ഇപ്പൊ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ അവർ മദ്യപിക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിലായിരുന്നിരിക്കില്ല അവരുടെ വളർച്ച. അവർ വളർന്നു വന്ന ആ ചുറ്റുപാടിൽ അങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുപോലെ ബുദ്ധിമുട്ടായി കാണുമായിരിക്കും. സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ചിന്തിക്കൂലേ? ചെയ്തില്ല, ചിന്ത വരുമല്ലേ? അപ്പൊ അതും മെന്റലി വീക്ക് ആകുമ്പോഴാ നമ്മള് ശരിക്കും പറഞ്ഞു നിമിഷത്തേക്കുള്ള ഒരു ചിന്തയാണെന്നാണ് എല്ലാവരും പറയണത്. അത് ശരിയാണോ? ആക്ച്വലി ഇങ്ങനെ നമ്മളെല്ലാരും മതിയായി, മടുത്തു അങ്ങനെ ചിന്തിക്കും. പക്ഷെ നമ്മളെ തന്നെ ഉപദ്രവിച്ച് നമ്മളെ തന്നെ കൊല്ലാൻ നമ്മൾ ചിന്തിക്കൂ. അത് ഭയങ്കര ക്രിട്ടിക്കൽ കേസ് വരുമ്പോഴല്ലേ സെൽഫ് ഹാം ചെയ്യാനായിട്ട് എല്ലാരും തയ്യാറാവുള്ളൂ. ചിന്ത എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ, മടുത്തു, തീർന്നു കിട്ടിയാൽ മതി, അങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കാറുള്ളൂ. പക്ഷെ അവിടെ നമ്മളെ ലൈഫ് പരാജയപ്പെടുകയാണ്, നമ്മളാണ് തോൽക്കുന്നത്. അതെ, നമ്മൾ സെൽഫ് ഹാം ചെയ്ത് അങ്ങനെ മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു വേറെ ലെവൽ ഓഫ് സൂയിസൈഡ് തിങ്കിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ നമ്മളിപ്പോ ഇൻസ്റ്റന്റില് ഞാനങ്ങ് ഫെഡപ്പായി, മടുത്തു, മതിയായി, അങ്ങനെ പറയണതും നമ്മളെ തന്നെ സെൽഫ് ഹാം ചെയ്ത് അതിന് വേണ്ടി തയ്യാറെടുത്ത് വെയിനൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കത്തിയൊക്കെയാണ്, വെയിൻ ഹാങ് ചെയ്യാനായിട്ട്, അതും തന്നെ വേറൊരു ലെവൽ ഓഫ് തിങ്കിങ് ആണ്. രണ്ടും വ്യത്യാസം. സോഷ്യൽ മീഡിയയില് ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ലൈക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടും അതൊക്കെ ഡിസോർഡർ ആണ് ശരിക്കും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ അതൊക്കെ മെന്റലി ഡിസോർഡർ ആണ്. സ്വന്തം ഭാര്യേനെയും കൊച്ചിനെയും, അത് അപ്പനും അമ്മ എന്തും ചെയ്തോട്ടെ, എന്നാലും ഭാര്യേനെയും കൊച്ചിനെയും കുറിച്ച് 1 മിനിറ്റ് ഒന്നും ചിന്തിക്കില്ലേ അങ്ങനെ ചെയ്യാൻ പോകുന്ന ഒരാള്? ഇതൊക്കെ ശരിക്കും ഡിസോർഡർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവിടെ അവർക്ക് ഈ പറയുന്ന സൈക്കോട്ടിക് ഡിസോർഡർ എന്തെങ്കിലും കാണും. മാം, ഇന്നൊരു വാർത്ത ഉണ്ടായി, ഒരു മരുമകളെ കൊന്നിട്ട് ആളെ ആത്മഹത്യ ചെയ്തു. അപ്പൊ അത് അയാളെ ഒരു മെന്റൽ ഹെൽത്ത് ഇൽനെസ് അല്ലേ അത്? ഒരു അതല്ലേ?
അപ്പോ എങ്ങനെ അങ്ങനെയുള്ള ആളുകളെ കൂടെ ജീവിക്കല്ലേ? അതെ അതെ, നമുക്കറിയില്ലല്ലോ ചില പക്ഷെ ഞങ്ങളെ തൊട്ടടുത്ത് ഇവിടെ അടുത്തുണ്ടായി അച്ഛനെയും അമ്മയും വെട്ടിക്കൊന്ന് കേട്ടിട്ടുണ്ടാവും ചില പാലക്കാട് നടന്ന സംഭവം. മകൻ ചെയ്തതാ. പക്ഷെ അത് ഇതായിട്ട് മയക്കുമരുന്നിന് അഡിക്റ്റ് ആയിട്ട് ചെയ്തതാ. അച്ഛനെയും അമ്മയെയും കഷ്ടങ്ങളാക്കിയിട്ട് എന്തൊരു ഇതാണ്, അത്രയും ഇതായിരുന്നു. അതാണ്, ഇങ്ങനത്തെ ഡ്രഗ്സ് എടുക്കുമ്പോൾ അവർക്ക് ചില ഹാലുസിനേഷൻസ്, ചില കാര്യങ്ങൾ തോന്നും, ആ സമയത്ത് ചെയ്യും, അതങ്ങോട്ട് ഇത് മാറുമ്പോ അവർക്ക് അറിയില്ല എന്താന്നുള്ളത്. അതായിരിക്കും, ഓർമ്മയിൽ തന്നെ ഉണ്ടാവില്ല. നല്ലപോലെ നമ്മൾക്ക് ചെയ്യാവുന്ന ജസ്റ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. നമ്മളുടെ സോർട്ട് ഔട്ട് ചെയ്യാം, നമ്മളുടെ ഫാമിലിയില്, നമ്മുടെ കമ്മ്യൂണിറ്റിയില്, നമ്മൾ പോകുന്ന സ്കൂളില്, കുട്ടികളുടെ ഇടയിൽ കുറെ വ്യത്യാസങ്ങൾ വരുത്താനായിട്ട് പറ്റും. അതിന്റെ ചില കഥകളുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും. ചില ഇന്റർവെൻഷൻസ് ചിലരെ മാറ്റിയത്. മാം EQനെ പറ്റിയും കൂടി ഒരു ക്ലാസ് എടുത്താൽ കൊള്ളായിരുന്നു. ഏതിനെ പറ്റിയാ? ഇമോഷണൽ ഇമോഷണൽ കോഷ്യന്റ്. ഓക്കെ. അതെ, അതിപ്പോ എല്ലാവർക്കും IQ ഉണ്ട്, പക്ഷെ EQ ഇല്ലല്ലോ. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഒരു ക്ലാസ് എടുത്താൽ നന്നായിരിക്കും തോന്നുന്നു. അതെടുക്കാം. നമ്മുടെ ഈ ചാപ്റ്റേഴ്സ് ഒന്ന് കാരണം തുടങ്ങിയത് കാരണം ഒന്ന് പതുക്കെ പോയത്. പക്ഷെ നമ്മുടെ അക്കാദമിക് ഇയറിന്റെ ടൈം വെച്ച് നോക്കുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് സ്പീഡ് ആക്കണം എന്ന് എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഫൈൻ, ഒന്നുമില്ലല്ലോ. സ്പീഡ് ആണെങ്കിലും കാര്യങ്ങളെല്ലാം കവർ ചെയ്ത് പോകുന്നില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഇഷ്യൂ ഹായ് മെസ്സേജ് ഇട്ടു, പക്ഷെ ഒന്ന് പേരും കൂടി ഇടണം കേട്ടോ. ഹായ് വന്നിരുന്നു എന്റെ ഫോണിലേക്ക്, ചിലരുടെ ഒന്നും പേരില്ല. ഞാൻ ഇപ്പൊ വിചാരിച്ചായിരുന്നു, പക്ഷെ അത് കുറച്ചാണ് ഞാൻ ചോദിച്ചത്. ഈ പീപ്പിൾ ഹെൽത്തി ആയിട്ടുള്ള പീപ്പിൾ, അതിന് കുറച്ച് ഡൗട്ട് ചോദിക്കാന്നുണ്ടായിരുന്നു. ഇനി കൊച്ചു സമ്മതിക്കാത്തോണ്ട് ഞാൻ പിന്നെ അയച്ചു. ഓക്കെ. മെസ്സേജ് ഇടുമ്പോ ഒന്ന് പേരും കൂടെ ഒന്ന് മെൻഷൻ ചെയ്താൽ നന്നായിരിക്കും. എനിക്ക് ആരാ എന്താന്ന് മനസ്സിലാണ്ടായില്ലേ? ഓക്കെ മാം, താങ്ക് യു. ഓക്കെ മാം, ഗുഡ് നൈറ്റ്. താങ്ക് യു മാം, ഗുഡ് നൈറ്റ് മാം. വാട്സപ്പ് ഗ്രൂപ്പിന്റെ കാര്യം എന്താക്കി മാം? അത് ചെയ്യണ്ടേ? അത് നമ്പർ തരാം, അതിനുള്ള സംവിധാനം ഉണ്ടാക്കാം എന്നോട് സാർ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ നിങ്ങൾക്ക് നമ്പർ തരണം എന്നുള്ളത് എല്ലാവരുടെയും. ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഓരോരുത്തർ പേര് വിളിച്ചു ചോദിക്കുമ്പോ അതൊക്കെ ഒരു സമയം വൈകല്ലേ? ക്ലാസ് റൂമില് നമ്പർ തരാന്ന് പറഞ്ഞിട്ടുണ്ട്, അത് അവർ ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പേഴ്സ് എല്ലാം ഷെയർ ചെയ്യാൻ. ഓക്കെ. താങ്ക് യു മാം. ഗുഡ് നൈറ്റ് മാം. താങ്ക് യു മാം. Okay.